വലൗ ഇജ്തമഅ അല ഇംറഅത്തിൻ ഇദ്ദത ശഖ്സിൻ തക്ഫിൽ അഖീറതു മിൻഹുമാ. ഇവിടെ ഒരു പെണ്ണിന് ഒന്നിലധികം ഇദ്ദ വരാം. അവിടെ വലൗ ഇജ്തമഅ അല ഇംറഅത്തിൻ, ഒരു സ്ത്രീയുടെ മേൽ ഒരുമിച്ച് കൂടി വന്നാൽ, ഇദ്ദത ശഖ്സിൻ, ഒരു വ്യക്തിയുടെ രണ്ട് ഇദ്ദ. അങ്ങനെ ഒരു വ്യക്തിയുടെ രണ്ട് ഇദ്ദ. ഉദാഹരണം, ഒരു സ്ത്രീ ഇദ്ദ അല്ല ശുഭത്തിന്റെ വത്ത് ചെയ്യപ്പെട്ടു. ശുഭത്തിന്റെ സംയോഗം നടന്നാൽ ഇദ്ദ വേണമല്ലോ. ആ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് ഈ ശുഭത്തിന്റെ വത്ത് ചെയ്ത അതേ വ്യക്തി തന്നെ ആ പെണ്ണിനെ നിക്കാഹ് ചെയ്തു. അങ്ങനെ നിക്കാഹ് ചെയ്ത് കഴിഞ്ഞിട്ടാ വേണ്ടത്, പക്ഷെ ഇവനതറിയില്ല. അങ്ങനെ നിക്കാഹ് ചെയ്തു. നിക്കാഹ് ചെയ്ത് അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിന് ശേഷം ആണ് അറിയുന്നത് നേരത്തെ ഇദ്ദ കഴിയുന്നതിന് മുമ്പായിരുന്നു നിക്കാഹ് ചെയ്തത് എന്ന്. അങ്ങനെ അവളെ നിക്കാഹ് സഹിയായിട്ടില്ലല്ലോ. അതല്ലെങ്കിൽ സഹിയായ നിക്കാഹാണെങ്കിൽ രണ്ടാമത് ത്വലാഖ് ചൊല്ലി. അപ്പോ ഒരു ശുഭത്തിന്റെ വത്തുവും മറ്റൊന്ന് ത്വലാഖിന്റെ ഇദ്ദയും, ഇങ്ങനെ രണ്ട് ഇദ്ദ ഒരുമിച്ച് കൂടി, രണ്ടും ഒരാളത് തന്നെയാണ്. എന്നാൽ തക്ഫിൽ അഖീറത്തു മിൻഹുമാ, ഈ രണ്ട് ഇദ്ദകളിൽ നിന്നും അവസാനത്തേത് ഏതാണോ ആ ഇദ്ദ പൂർത്തിയാക്കിയാൽ മതി. ഉദാഹരണം, ആദ്യം ശുഭത്തിന്റെ വത്ത് നടന്ന ഇദ്ദയിനി, അതിപ്പോ ഒരു ശുദ്ധിയുടെ കാലം കഴിഞ്ഞിട്ടുള്ളൂ. അതിന്റെ ശേഷമാണ് നിക്കാഹ് ചെയ്തത്. നിക്കാഹ് ചെയ്ത് ത്വലാഖ് ചൊല്ലി. അല്ലെങ്കിൽ ആദ്യം നിക്കാഹ് ചെയ്തിരുന്നു, ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുകയാണ്. അതിന്റെ ഇടയിൽ അവളെ ഇവൻ ത്വലാഖ് ചൊല്ലി. ത്വലാഖ് ചൊല്ലി അവളെ ഇദ്ദയിരിക്കുകയാണ്. ഇദ്ദ ഒരു മാസം കഴിഞ്ഞപ്പോ ശുഭത്തിന്റെ വത്ത് സംഭവിച്ചു പോയി. എന്നാൽ നേരത്തെ ത്വലാഖിന്റെ ഇദ്ദ രണ്ട് ശുദ്ധിയൊരു ബാക്കിയുണ്ടല്ലോ, ഒരു ശുദ്ധിയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷമാണ് ശുഭത്തിന്റെ വത്ത് നടന്നത്. എന്നാ പിന്നെ അവിടെ ശുഭത്തിന്റെ വത്ത് നടന്നോടെ മുതൽക്ക് അങ്ങോട്ട് പിന്നെ 3 ശുദ്ധി കൂട്ടിയാൽ മതി. ആദ്യത്തേതിന് വേണ്ടി പ്രത്യേകിച്ച് 2 ശുദ്ധി ബാക്കിയുണ്ട്. രണ്ടാമത്തെ പുതിയ ഇദ്ദക്ക് 3 ഉണ്ടല്ലോ. അങ്ങനെ 3ഉം 2ഉം 5 മാസം ഇരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഇദ്ദ എവിടുന്നോ തുടങ്ങുന്നത് അവിടെ മുതൽ ആ ഇദ്ദ പൂർത്തിയാക്കിയാൽ മതി. അപ്പൊ തന്തരിജു ഫിഹ, ഈ രണ്ടാമത്തെ ഇദ്ദയിൽ ഉൾപ്പെട്ടു വരും ബഖിയത്തുൽ, ആദ്യത്തെ ഇദ്ദന്റെ ബാക്കിയുള്ള സമയം എന്ന് പറഞ്ഞാൽ 5 മാസം അവൾ ഇനി ഇദ്ദയിരിക്കേണ്ട ആവശ്യമില്ല, 3 മാസം ഇദ്ദയിരുന്നാ മതി. നമ്മുടെ നാട്ടിലെ കോടതിയൊക്കെ എളുപ്പം ഇരിക്കുന്നത് 2 കുറ്റപ്രകാരം 5 കൊല്ലവും 1 കുറ്റപ്രകാരം 8 കൊല്ലവും ജയില് വിധിച്ചു. കോടതി വിധിച്ചിട്ട് പറയും ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. അപ്പൊ ആകെ 8 കൊല്ലം ഉണ്ടായാൽ മതി. ഈ ആദ്യം പറഞ്ഞ 5ഉം പിന്നെ പറഞ്ഞ 8ഉം 2ഉം പെടും എന്ന് പറഞ്ഞതുപോലെ ആദ്യത്തെ ഇദ്ദന്റെ ബാക്കിയുള്ള 2 മാസവും പുതിയ ഇദ്ദന്റെ 1 മാസവും, അല്ല പുതിയ ഇദ്ദന്റെ 3 മാസവും, അങ്ങനെ 3ഉം 2ഉം 5 ഉള്ളത് 5 മാസം ഇദ്ദയിരിക്കേണ്ടതില്ല. പുതിയ ഇദ്ദ 3 ശുദ്ധി അല്ല മാസം കൊണ്ടാണെങ്കിൽ 3 മാസം ഇദ്ദ പൂർത്തിയാക്കിയാൽ മതി. ആ കൂട്ടത്തിൽ ആദ്യത്തെ ഇദ്ദന്റെ ബാക്കിയുള്ളതും കൂടി ഉൾപ്പെടും. ഇത് രണ്ടും ഇപ്പോ ഒരാളുടേതാണെങ്കിലാണ്, ഒരാളുടേതാണ് 2 ഇദ്ദയും, ഭർത്താവ് 2ഉം ഒന്ന് തന്നെ. 2 കാരണങ്ങളാണ്. ഒന്ന് ശുഭത്തിന്റെ വത്താണ്, മറ്റൊന്ന് തലാഖിന്റെ ഇദ്ദയാണ്. ഇങ്ങനെ 2 കാരണങ്ങളാണ് ഇങ്ങനെ വരിക. ഇനി അങ്ങനെയല്ല, ഔ ഇദ്ദത ശഖ്സൈനി, 2 വ്യക്തികളുടെ ഇദ്ദ ഒരാളിൽ ഒരുമിച്ച് കൂടി ഒരു പെണ്ണില്. ഇപ്പോ നമ്മളവിടെ ഒരു കേസ് കേൾക്കുന്നുണ്ട്. ഇപ്പോ ഒരു പെണ്ണിനെ ഒരു ചങ്ങാതി കല്യാണം കഴിച്ചിരുന്നു. അവൻ അവളെ ത്വലാഖ് ചൊല്ലി. ത്വലാഖ് ചൊല്ലിയ ഉടനെ
ആ ഇദ്ദയുടെ കാലം കഴിയുന്നതിന് മുമ്പ് ഈ പെണ്ണിനെ മറ്റൊരു ഭർത്താവ് കല്യാണം കഴിച്ചു ഓനെ പറ്റിച്ചതാണ്. ഇദ്ദണ്ട് അങ്ങനെ ഒരു തലാക്ക് കഴിഞ്ഞ് ഇദ്ദ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം ഈ രണ്ടാമത് കെട്ടിയ പുതിയാപ്പളനെയോ ഓനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയോ അറിയിക്കാത്ത നിലക്ക് ഒത്തുകളിച്ചിട്ട് ഒന്നാമത്തെ ഭർത്താവിന്റെ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയെ രണ്ടാമത് ഒരുത്തൻ കെട്ടി. ആ കെട്ടിയ പുതിയാപ്പള ഇവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് സംഗതി തിരിയുന്നത്. നേരത്തെ കല്യാണം കഴിച്ചിരുന്ന ഭർത്താവ് ത്വലാഖ് ചൊല്ലിയിട്ട് ഇദ്ദ കഴിയുന്നതിന് മുമ്പാണ് രണ്ടാമത്തെ നിക്കാഹ് നടന്നത്. ഇപ്പോ ആദ്യത്തെ ഭർത്താവിന്റെ ഇദ്ദ ത്വലാഖിന്റെ ഇദ്ദ, രണ്ടാമത്തത് ശുഭത്തിന്റെ ഇദ്ദ. കാരണം രണ്ടാമത്തെ നിക്കാഹ് സഹിയല്ല. കഴിഞ്ഞ് രണ്ടാമത് ഇദ്ദ കഴിഞ്ഞിട്ട് വേറെ നിക്കാഹ് കഴിക്കാം. അപ്പൊ ഇപ്പൊ ഇവര് ബന്ധപ്പെട്ടതോ അത് ശുഭത്തിന്റെ ഒത്ത. കാരണം ഇവന്റെ ധാരണയിൽ ഹലാലായ നിലക്ക് കിട്ടിയതാണല്ലോ, മറ്റൊരു പുരുഷൻ തലാഖിൽ ഇദ്ദ ഉണ്ടെന്ന് അറിയാതെ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് നിക്കാഹ് സഹിയായിട്ടില്ലെങ്കിലും സംയോഗം ഹലാലാണ്, കാരണം ശുഭത്താണ്. അപ്പൊ ഇവിടെ ആദ്യം ത്വലാഖുള്ള ഭർത്താവിന്റെ ഇദ്ദ ബാക്കിയുണ്ട്. രണ്ടാമത് കെട്ടിയ ചങ്ങായി ഭർത്താവ് എന്നവനെ പറ്റി പറഞ്ഞുകൂടാ. ഈ ചങ്ങായി ശുഭത്തിന്റെ സംയോഗം ചെയ്ത ഇദ്ദയുണ്ട്. എന്നാലോ അവിടെ ഫലാ തദാഖുല, ഒരു ഇദ്ദ മറ്റേ ഇദ്ദയിൽ ഉൾപ്പെട്ടു പോവുകയില്ല. പിന്നെ ബൽ തഅത്തദ്ദു, അവൾ ഇദ്ദയിരുന്നു കൊള്ളണം. ലികുല്ലി മിൻഹുമാ, ഈ രണ്ട് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും ഇദ്ദത്തൻ കാമിലത്തൻ, പൂർണ്ണമായ ഇദ്ദ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യത്തെ പുതിയാപ്പള ത്വലാഖ് ചൊല്ലിയിട്ട് ഒരു ശുദ്ധിയുടെ കാലം കഴിഞ്ഞതിന്റെ ശേഷമാണ് രണ്ടാമത്തെ പുതിയാപ്പള കെട്ടിയത് നോട്ടിക്കോളി. എന്നാൽ ഒന്നാമത്തെ ഭർത്താവിന്റെ ത്വലാഖിന്റെ ഇദ്ദയാവുന്ന ഇദ്ദയിൽ ഒരു ശുദ്ധി കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി രണ്ട് ശുദ്ധിയും കൂടി കഴിയണം. അതെവിടെ മുതലാ തുടങ്ങാം? ഈ രണ്ടാമത്തെ ഭർത്താവ് ഈ വിവരം അറിഞ്ഞ് ഇവൾ ഹലാലായ വിവാഹമല്ല, ഈ നിക്കാഹ് സഹിയായിട്ടില്ലെന്ന് അറിഞ്ഞ് അവളുമായുള്ള ഇടവഴകൽ വിട്ടുനിന്നതിന് ശേഷം രണ്ട് ശുദ്ധിയുടെ കാലം ആദ്യത്തെ ഭർത്താവിന്റെ ത്വലാഖിന്റെ ഇദ്ദ പൂർത്തിയാക്കണം. അത് പൂർത്തിയാക്കിയതിനു ശേഷം പിന്നെ ശുഭത്തിന്റെ സംയോഗം രണ്ടാമത്തെ ഭർത്താവിനായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിനാൽ വരുന്ന ശുഭത്തിന്റെ വത്തിൽ നിന്ന് 3 ശുദ്ധി വേറെയും വേണം. അപ്പോ 3ഉം 2ഉം 5 മാസം തന്നെ വേണം, അഥവാ 3ഉം 2ഉം 5 ശുദ്ധി തന്നെ വേണം. ഏതിൽ പെടൂല? അവസാനത്തെ ഇദ്ദന്റെ കൂട്ടത്തിൽ ആദ്യത്തെ ഇദ്ദ ഉൾപ്പെടുക എന്നതില്ല. കാരണം എന്താ? രണ്ടാളുടെ ഇദ്ദയാണ് എന്നതുകൊണ്ട്. നേരത്തെ പറഞ്ഞ രണ്ടും ഒരാളുടേതായതുകൊണ്ട് ആദ്യത്തെ ഇദ്ദന്റെ ബാക്കിയുള്ളത് രണ്ടാമത്തെ ഇദ്ദയിൽ പെടും. എന്നിട്ട് രണ്ടാമത്തെ ഇദ്ദ പൂർത്തിയാക്കിയാൽ മതി, അതോടുകൂടി രണ്ടും കഴിയുന്നു. ഇവിടെ രണ്ടാളുകളുടേതായതുകൊണ്ട് വേറെ വേറെ തന്നെ ഇദ്ദ ആചരിക്കുകയും വേണം. അപ്പൊ അങ്ങനെ രണ്ട് ഇദ്ദുണ്ടെങ്കിലോ ത്വലാഖിന്റെ ഇദ്ദ, അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആദ്യം അത് തീർക്കുക, എന്നിട്ടാണ് പിന്നെ ശുഭത്തിന്റെ ഇദ്ദ തീർക്കേണ്ടത്. പക്ഷേ ഈ രണ്ടാളൊന്ന് ത്വലാഖ് ചെയ്ത ഭർത്താവിന്റെ ഗർഭമുണ്ട്, അതല്ലെങ്കിൽ രണ്ടാമത് ശുഭത്തിന്റെ വത്തുവിന്റെ ഗർഭമുണ്ടെങ്കിൽ ആ ഗർഭം പ്രസവിക്കൽ ആദ്യം, അത് കഴിഞ്ഞിട്ട് മറ്റേത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ത്വലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ ശേഷം ശുഭത്തിന്റെ വത്ത് ചെയ്ത ചങ്ങാതിയിൽ ഗർഭം ധരിച്ചു പെൺകുട്ടി. എന്നാൽ ആദ്യം ആ പ്രസവം വരെ കാത്തിരിക്കണം, അത് രണ്ടാമത്തവന്റെ ഇദ്ദ. അത് കഴിഞ്ഞിട്ട് വേണം നേരത്തെ ത്വലാഖ് ചൊല്ലിയവന്റെ ഇദ്ദ അനുഷ്ഠിക്കാൻ. അപ്പൊ ഈ ചങ്ങായിക്ക് ഈ പെണ്ണിനെ രണ്ടാമത് കെട്ടണമെങ്കിൽ ഈ ഗർഭം പ്രസവിക്കുകയും എന്നിട്ട് ആദ്യം ത്വലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ ഇദ്ദ ഇവിടെ ബാക്കിയുള്ള കാലം കഴിയുകയും ചെയ്തതിന് ശേഷം രണ്ടാമത് നിക്കാഹ് അല്ലാതെ വേറെ വഴിയില്ല. അതേസമയത്ത് ആദ്യത്തെ ഭർത്താവിൻ്റെതായിരുന്നു ഗർഭമെങ്കിലോ അത് കഴിയണം, അത് കഴിഞ്ഞതിന് ശേഷമാണ് ശുഭത്തിന്റെ വത്തുവിന്റെ ഇദ്ദ. അപ്പൊ ഗർഭം രണ്ടാളൊന്നിലുണ്ടെങ്കിൽ അത് മുന്തിക്കണം, അതില്ലെങ്കിൽ ആദ്യം ത്വലാഖിന്റെ ഇദ്ദ പിന്നെ ശുഭത്തിന്റെ ഇദ്ദ എന്ന ക്രമത്തിലാണ് വേണ്ടത്. ഇനി മറ്റൊരു വിഷയം പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഭർത്താവ് ഒന്നോ രണ്ടോ ത്വലാഖ് ചൊല്ലിയാൽ ഈ ഇദ്ദയുടെ കാലത്ത് താമസ സൗകര്യം വേണമെന്ന് മാത്രമല്ല, എല്ലാ ആനുകൂല്യങ്ങളും ഒരു ഭാര്യയ്ക്ക് എന്നതുപോലെ ഈ ചങ്ങാതി ഇദ്ദയുടെ കാലം കഴിയുന്നത് വരെ കൊടുക്കണമെന്ന്. പക്ഷെ എന്ത് പാടില്ലാർന്ന് അവളും അവനും
ഒറ്റക്കൊരു റൂമിൽ ഒരുമിച്ച് കൂടാനോ സംയോഗം അല്ലെങ്കിൽ പോലും ഭാര്യ ഭർത്താക്കന്മാരെന്നതുപോലെ ഇടപഴകാനോ പാടില്ല. ഇനി ഒരു ചങ്ങാതി അങ്ങനെ ചെയ്താലോ? വേർപിരിഞ്ഞതായ ഭർത്താവ് ഇടപഴകിയാൽ റജഇയ്യത്തുഹു അവന് മടക്കിയെടുക്കാൻ പറ്റുന്ന ഭാര്യയുമായി നേരെ 1 or 2 തൊലാഖ് ചൊല്ലപ്പെട്ട പെണ്ണാണ്. ഇവന്റെ വീട്ടിൽ തന്നെയാണ് അവൾ താമസിക്കുന്നത്. അങ്ങനെ ഈ 1 or 2 തൊലാഖ് ചൊല്ലപ്പെട്ട ഭാര്യയുമായി, ഭാര്യ എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടാ, വേണമെങ്കിൽ അങ്ങനെ പറയാം നമ്മള്, ഈ തൊലാഖ് ചൊല്ലപ്പെട്ട ഈ പെണ്ണുമായി ഈ പുതിയാപ്പള, നേരത്തെ തൊലാഖ് ചൊല്ലിയ പുതിയാപ്പള ഇടപഴകി ഫി ഇദ്ദത്തി അശ്ഹുരിൻ, ഈ പെണ്ണ് മാസം കൊണ്ട് ഇദ്ധരിക്കുകയാണെങ്കിലും വേണ്ടില്ല. നേരെ ഹൈലുണ്ടാകാത്തവരോ ഹൈല് നിന്നുപോയവരോ ആണല്ലോ മാസം കൊണ്ട് ഇദ്ധരിക്കേണ്ടത്. അങ്ങനെയായാലും വേണ്ടിയില്ല. ഔ അക്റാഇൻ, അല്ലെങ്കിൽ ശുദ്ധികളെ കൊണ്ട് ഇദ്ധരിക്കുന്നവളായാലും വേണ്ടിയില്ല. അതായത് ഉണ്ടാകുന്ന പെണ്ണാണ് ശുദ്ധി കൊണ്ട് ഇദ്ധരിക്കേണ്ടത്. രണ്ടായാലും വേണ്ടിയില്ല. ഇടക്ക് ഈ ഭർത്താവ് ഈ പെണ്ണുമായി ഇടപഴകിയാൽ ഇങ്കത്താറ്റ് ഇദ്ദ പൊടിയും 1 വർഷം. അപ്പോ നമ്മുടെ നാട്ടിൽ പിന്നെ അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം തമ്മിൽ തെറ്റി അലോഗ്യായിട്ടാണ് സാധാരണഗതിയിൽ നമ്മളെ നാട്ടിൽ തൊലാഖ് നടക്കല്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആനുകൂല്യങ്ങളൊന്നുമില്ല. അപ്പൊ ആ സ്ഥിതിയിൽ അവർക്ക് താമസ ഇവർക്ക് നിയമപരമായ പിണക്കമൊന്നും ഇല്ല. എന്നാൽ അവന് വീട് കൊടുക്കണല്ലോ. ഇവന്റെ വീട്ടിൽ അവൾ താമസിക്കുന്നു. ഈ താമസിക്കുന്നതിനിടയിൽ അവളുമായി ഇടപഴകുന്നു. അത് സംയോഗമായിക്കൊള്ളുന്നില്ല അല്ലാത്തത്. എന്നാൽ ഈ യുദ്ധം മുറിയും. യുദ്ധം മുറിഞ്ഞാലോ ലാക്കിൻ പക്ഷേ ഇതാചാരത്തിൽ മുആശറത്തു, ഇത് ചെയ്യാൻ പാടില്ല, തെറ്റാണെന്ന് മനസ്സിലാക്കി ഭാര്യയുമായി ഇടപഴകൽ അവൻ ഒഴിവാക്കിയാൽ ലം യജിബ് ഇസ്തിനാഫുൽ ഇദ്ദത്തി, ഇദ്ദ ആദ്യം മുതൽ തുടങ്ങേണ്ട ആവശ്യമില്ല. ബൽ ബനത്ത് അലാ മാ മളാ, മുമ്പ് കഴിഞ്ഞതിൽ എടുക്കാം. ഉദാഹരണം പറഞ്ഞാല് ത്വലാഖ് ചൊല്ലിയിട്ട് ഒരു ത്വലാഖല്ലേ വേണ്ട, ഇവന്റെ വീട്ടിൽ തന്നെ അവള് താമസിക്കുന്നത്. 1 മാസം വരെ അവര് തമ്മിൽ ശ്രദ്ധിച്ച് അകന്ന് തന്നെ ജീവിച്ചു. 2ാമത്തെ ശുദ്ധിയുടെ കാലമായപ്പം ഇവളും അവനും ഒന്നിച്ചിടപഴകി. സംയോഗം നടക്കുന്നില്ല എന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ഭാര്യയോട് എന്നതുപോലെ അവൻ പെരുമാറുന്നു. അങ്ങനെ 1 മാസം അങ്ങനെ പോയി. പിന്നെ അവന് തിരിഞ്ഞത് ശരിയായില്ല, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടവും അവരത് മാറി. എന്നാൽ ഈ ഇടയ്ക്ക് ഇടപഴകിയ ഈ 1 മാസം ഒഴിവാക്കുക. ആദ്യം കഴിഞ്ഞ 1 മാസം എടുക്കും, ഇനി ബാക്കി 2 ശുദ്ധി പൂർത്തിയാക്കണം. ഇടയ്ക്ക് ഇവന് ഇടപഴകിയ ആ സമയം ഒഴിവാക്കേണ്ടി വരും എന്നർത്ഥം. ആട്ടെ. ഇനി വതുസദ്ദഖുൽ മർഅതു, ഒരു പെണ്ണിനെ അംഗീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവൾ പറയുന്ന വാദം കോടതി സ്വീകരിക്കും. എങ്ങനെ സ്വീകരിക്കുന്നു? ബിയമീനിഹ, അവൾ കോടതി സത്യം ചെയ്യണം. അല്ലാതെ പോയി സാക്ഷി നിർത്താൻ പറ്റുന്ന സംഗതിയല്ല. അവൾ സത്യം ചെയ്യുക. എന്ത് വിഷയത്തിൽ? ഒരു പെണ്ണ് പറയുന്നു യുദ്ധ കഴിഞ്ഞു എന്ന്. ചുരുങ്ങിയ തോതിൽ യുദ്ധ കഴിയാൻ ആവശ്യമായ സമയവും കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പണ്ട് പറഞ്ഞില്ലേ, ഫെബ്രുവരി 31 ദിവസവും 2 സെക്കൻഡ് എന്ന് പറഞ്ഞു. അത്ര സമയം കഴിഞ്ഞാണ് തൊലാഖിലെത്തി. പിന്നെ ഇവള് പറയുന്നത് യുദ്ധ കഴിഞ്ഞു എന്ന്. എങ്ങനെ യുദ്ധ കഴിഞ്ഞു എന്ന്? ഞാൻ ഗർഭിണിയായിരുന്നു, പ്രസവം കൊണ്ട് യുദ്ധ കഴിഞ്ഞു എന്ന് അവള് പറയുന്നു. പ്രസവം കൊണ്ടുവരാൻ 9 മാസം ഒന്നും ആയിക്കോളുന്നില്ലേ. ആ ഭർത്താവ് തൊലാഖ് ചൊല്ലുന്ന സമയത്ത് ഈ പെണ്ണ് ഗർഭിണിയാണ്, അബോർഷനായി, പൂർണ്ണമാകാത്ത നിലക്ക്. ഇവൻ തൊലാഖ് ചൊല്ലി 1 ആഴ്ച കഴിഞ്ഞാട് ഇവള് പറഞ്ഞു എന്റെ യുദ്ധ കഴിഞ്ഞു. കോടതിയിലാ പറയുന്നത് യുദ്ധ കഴിഞ്ഞു. അപ്പൊ എന്നെ തൊലാഖ് ചൊല്ലിയത് കഴിഞ്ഞ ശനിയാഴ്ച. ഇന്ന് എന്താഴ്ചയാണ്? ഇന്ന് ശനിയാഴ്ച. അവിടെ 8 ദിവസം കൊണ്ട് എന്നെ യുദ്ധ കഴിഞ്ഞോ? ആ, ഗർഭിണിയായിരുന്നു ഞാൻ 30 തൊലാഖ് ചൊല്ലുന്ന സമയത്ത്. അത് ഇന്നലെ പ്രസവിച്ചു പറഞ്ഞു. ഓ, അത് ശരി. എന്നാ പിന്നെ സത്യം ചെയ്യാ, അള്ളാണ് സത്യം. തൊലാഖ് ചൊല്ലിയതിന് ശേഷം തൊലാഖ് ചൊല്ലുന്ന സമയത്ത് ഞാൻ ഗർഭിണിയായിരുന്നു, അത് ഭർത്താവിൽ നിന്നിട്ടുള്ള ഗർഭമായിരുന്നു, അത് ഇന്നലെ പ്രസവിച്ചു എന്നത് അള്ളാഹ് സത്യം. ഖലാസ്, എന്നാ ഓക്ക് നാളെ വേറെ പുതിയാപ്പളിനെ അന്വേഷിക്കാം. അവിടെ പിന്നെ സാക്ഷിയൊന്നും ചോദിക്കാൻ പറ്റൂല. അതിനവർക്ക് സ്വകാര്യമായ വിഷയങ്ങളായതുകൊണ്ട് ആ വിഷയത്തിൽ സാക്ഷിയൊന്നും കിട്ടൂല. ഓള് സത്യം ചെയ്യുക, ഉള്ള ഹക്ക് പറയണം മാത്രം.
ഇനി പ്രസവം കൊണ്ട് മാത്രമല്ല അക്റായിൻ, ശുദ്ധികളെ കൊണ്ടും അങ്ങനെ തന്നെ. പക്ഷെ ഈ നംകന, ഈ പറയുന്ന ഇദ്ദ കഴിയാൻ സാധ്യത വേണം. തന്നെ ഇവർക്ക് ഗർഭം ഉണ്ടായിരുന്നു എന്ന് അതിന് സാധ്യത ഉണ്ടാവണം. ഗർഭം പൂർത്തിയായിക്കൊള്ളണമെന്നൊന്നുമില്ല, ഗർഭം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു, അത് പ്രസവിക്കാനും സാധ്യത ഉണ്ട്. അതല്ലെങ്കിൽ മാസം കൊണ്ട് ശുദ്ധി ഒന്ന് ഇദ്ധരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേക്ക് 32 ദിവസവും 2 സെക്കൻഡും കഴിഞ്ഞ സാധ്യതയും അത്രയും സമയം കഴിഞ്ഞാണ്. എന്നാൽ അവള് ഇദ്ദ കഴിഞ്ഞു എന്ന് വാദിച്ചാൽ അതുകൊണ്ട് അവളെ വാദം സ്വീകരിക്കപ്പെടും. ഇനി കഴിഞ്ഞിട്ടില്ല എന്ന് വാദിച്ചാലും അങ്ങനെ തന്നെ. പക്ഷേ മാലം തത്തുസവ്വജിലി ആഹറ, രണ്ടാമതൊരു പുതിയാപ്പൾക്ക്, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കേസ് പറഞ്ഞതുപോലെ ഇദ്ദ കഴിയുന്നതിന്റെ മുമ്പ് രണ്ടാമത് പുതിയാപ്പൾക്ക് കെട്ടിക്കപ്പെട്ട പെണ്ണിന് സമ്മതം വേണമല്ലോ രണ്ടാമത്തെ നിക്കാഹിന്. അപ്പൊ രണ്ടാമത്തെ നിക്കാഹിന് പെണ്ണ് സമ്മതം കൊടുത്താൽ ഇദ്ദ കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. അപ്പൊ അവിടെ പെണ്ണ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പറയാം ഇദ്ദ കഴിഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൂല. കാരണം എന്താ? ഈ രണ്ടാമത്തെ നിക്കാഹ് നടക്കണമെങ്കിൽ പെണ്ണിന്റെ സമ്മതം നിർബന്ധ. അത് ബാപ്പ കെട്ടിക്കുകയാണെങ്കിലും ആങ്ങളെ കെട്ടിക്കുകയാണെങ്കിലും ഒക്കെ കണക്കാണ്, സമ്മതം നിർബന്ധ. അപ്പൊ രണ്ടാമത്തെ പുതിയാപ്പളിനോട് നിക്കാഹ് കഴിക്കാൻ ഇവൾ സമ്മതം കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ ഭർത്താവിന്റെ ഇദ്ദ കഴിഞ്ഞു എന്നാണ്. അപ്പൊ പിന്നീട് അവൾ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൂല. അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും സ്വീകരിക്കും, കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലും സ്വീകരിക്കും എന്നർത്ഥം. ഇനി കൂട്ടത്തിൽ ഇദ്ദയായിട്ട് ബന്ധമുണ്ട് അല്ലാതെയും പറയാം ആട്ടെ. അഖല്ലുൽ ഹംലി, ഒരു ഗർഭത്തിന്റെ ചുരുങ്ങിയ കാലഘട്ടം, ഗർഭത്തിന്റെ പറഞ്ഞാൽ പൂർണ്ണ ഗർഭത്തിന്റെ, ഒരു കുട്ടി പൂർണ്ണ വളർച്ചയെത്തി പ്രസവിക്കപ്പെടുന്ന ഗർഭത്തിന്റെ ചുരുങ്ങിയ കാലഘട്ടം 6 അശ്ഹുരിൻ, 6 മാസം. 6 മാസം. അല്ലാഹു തആല പറഞ്ഞു വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ, അതിമ്പന്നാണ് പുസ്തകം. ഗർഭവും മുലകുടിയും കൂടി 30 മാസമാണ്. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞത് ഹൗലൈനി കാബിലൈനി, 2 കൊല്ലാണ് ഇത് മുലകുടിയുടെ കാലം എന്ന് പറഞ്ഞു. 2 കൊല്ലം മുലകുടിയുടെ കാലം ഉണ്ടാവുകയും 30 മാസം ഗർഭവും മുലകുടിയും അല്ലാഹു അറിയുകയും ചെയ്താൽ അപ്പൊ എത്ര മാസം ബാക്കിയുണ്ട്? 30 മാസത്തേക്ക് 2 കൊല്ലം കഴിഞ്ഞാൽ 24 വെച്ചിട്ട് ബാക്കി 6 മാസമല്ലേ ഉള്ളൂ. അതന്നെ. അപ്പൊ 6 മാസം ഒരു സ്ത്രീക്ക് ഗർഭമായി ആ കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ട് 6 മാസം കഴിഞ്ഞപ്പോ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിയെ പെണ്ണ് പ്രസവിച്ചു. എന്നാൽ ഇസ്ലാം ശരീഅത്ത് അനുസരിച്ച് ഈ ഭർത്താവിന്റെ കുട്ടിയാവുന്നു. അത് അവിടെ സംശയം ഉന്നയിക്കാനോ അല്ലെങ്കിൽ DNA ടെസ്റ്റ് നടത്താനോ ഒന്നും ഇസ്ലാം അനുവദിക്കൂല. നിക്കാഹ് കഴിഞ്ഞ് വീട് കൂടിയിട്ട് 6 മാസം പൂർത്തിയായതിനു ശേഷം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ഇത് ഈ ഭർത്താവിൻ്റെതാ. കാരണം ഖുർആൻ പറഞ്ഞതാണ് ഗർഭകാലവും മുലകുടി അവസാനിപ്പിക്കേണ്ട കാലവും കൂടി 30 മാസമാണ്. മറ്റൊരായത്തിൽ മുലകുടിയുടെ കാലം 2 കൊല്ലമാണ് എന്നും പറഞ്ഞു. അപ്പൊ 2 കൊല്ലം കഴിച്ചാൽ 30 മാസത്തിൽ പിന്നെ ബാക്കി 6 മാസമാണ്. അപ്പൊ 6 മാസം പൂർണ്ണ ഗർഭത്തിന്റെ കാലമായി വരും. എല്ലാവർക്കും വരും എന്നല്ല, വരാം. എന്നാൽ അക്സറുഹു, ഗർഭകാലത്തിന് ഏറ്റവും കൂടിയത് 40 സിനീന, 4 കൊല്ലം വരെ ഒരു കുട്ടി ഗർഭത്തിൽ ജീവിക്കാം എന്നാണ്. മനസ്സിലായില്ലേ? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ 9 മാസം പൂർത്തിയായി 10ാം മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലോ 2ാമത്തെ ആഴ്ചയുടെ തുടക്കത്തിലോ പ്രസവം നടക്കും. സാധാരണ അങ്ങനെയാണ്. അത് നമ്മൾ പറയാം 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും എന്നൊക്കെ പറയാൻ ആൾക്കാരാണ്. അത്രയൊന്നും കൃത്യമല്ല അത്. ഏതായാലും 9 മാസം പൂർത്തിയായാൽ 10ാം മാസത്തിലെ 2ാമത്തെ ആഴ്ചയുടെ ആദ്യഘട്ടത്തിൽ പ്രസവം നടക്കലാണ് സാധാരണഗതിയിൽ. എന്ന് വെച്ച് 10 മാസമാണ് ഗർഭത്തിന്റെ കാലം എന്ന് ആരും പറഞ്ഞിട്ടില്ല. 6 മാസം ആവാമെന്ന് ഖുർആൻ പറഞ്ഞു. മേപ്പോട്ട് പോയാൽ എത്ര വരെ നിൽക്കാം? 4 കൊല്ലം വരെ നിൽക്കാം.
അവിടെ കേസ് അവിടെയല്ല. ഫിയൽ ഹഖുൽ വലതു, കുട്ടി ചേരും. ഇദ്ദത്തി, ഈ ഇദ്ദ ഏത് ഭർത്താവിന്റെ ഇദ്ദയാണോ അനുഷ്ഠിക്കുന്നതെങ്കിൽ അവനിലേക്ക് ചേരും. ഇലാ 4 സിനീന, 4 കൊല്ലം വരെ മിൻ വത്ഇഹി, അവൻ സംയോഗം ചെയ്തത് മുതൽ. എന്ന് പറഞ്ഞാൽ ഗൾഫുകാരൊക്കെ നല്ലോ കരുതിക്കോളി, നല്ലൊരു മസാലയാണത്. നാട്ടിൽ നിന്ന് പോയി ഭാര്യയും ഭർത്താവും തമ്മിൽ ശരീരബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് അടുത്ത ടിക്കറ്റിന് പോന്നു. അവസാനം ഇവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവൻ യാത്ര പുറപ്പെട്ട് 3 കൊല്ലം വരെ പിന്നെ ഓന് നാട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇവൻ നാട്ടിൽ ചെന്നപ്പം ഇവള് പ്രസവിച്ച് കിടക്കുക. ഷടാ, ഞാൻ നാട്ടിൽ ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ എവിടുന്നാ പ്രസവിച്ച്? പിന്നെ വീടിന്റെ പൊക്കാറൊന്നും പറയണ്ട, കുഴപ്പം കുൽമാനും പോലീസും അതിന്റെ ഒന്നും ആവശ്യമില്ല. 4 കൊല്ലം വരെ ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം 4 കൊല്ലം വരെ ഗർഭത്തിൽ ജീവിക്കുകയും 4 കൊല്ലം പൂർത്തിയായിട്ട് പ്രസവിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ 3 കൊല്ലം മുമ്പ് ഭാര്യയും ഭർത്താവും തമ്മിൽ സംയോഗത്തിൽ ഏർപ്പെട്ടത് കാരണം ഈ കുട്ടി ഇവന്റേതായിട്ട് തന്നെ ശരീഅത്ത് കൽപ്പിക്കും. ഓള് വല്ല കരിഞ്ചന്തി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഓള് വെച്ച് അറിഞ്ഞോളണം. ഇസ്ലാം ശരീഅത്ത് അനുസരിച്ച് ഇവന്റെ കുട്ടിയായിട്ട് ഇതിനെ പരിഗണിക്കപ്പെടും. അത് പക്ഷെ എപ്പോഴാണത്? ഇല്ല ഇന്നക്ക് ഹത്തിലി ആഖറ, മറ്റൊരു ഭർത്താവിന് ഇവൾ നിക്കാഹ് ചെയ്തിരുന്നു, എന്നാ പിന്നെ ഈ കുട്ടി അവനിലേക്ക് ചേരൂല. നിക്കാഹിത മാത്രം പോരാ, ഫാത്തത്ത് ബിഹി, രണ്ടാമത്തെ നിക്കാഹിന് ശേഷം ഈ കുട്ടിനെ അവൾ പ്രസവിച്ചത് ലിസിത്തുത്തി അശ്വരിൻ, 6 മാസം കഴിഞ്ഞിട്ടാണ്. മിൻ വത്ഇഹി, ഈ രണ്ടാമത് നിക്കാഹിത ചങ്ങായിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് മുതൽ. എന്ന് പറഞ്ഞാൽ നേരത്തെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ഭർത്താവ് ത്വലാഖില്ലേ, 3 കൊല്ലം വരെ അങ്ങനെ നിന്നു, വേറെ പുതിയാപ്പൾക്കൊന്നും കെട്ടിച്ചിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് അവൾ പ്രസവിച്ച ഈ കുട്ടി ആദ്യം ത്വലാഖില്ലേ, ആ ഭർത്താവിന്റെ കുട്ടിയേറ്റുണ്ടോ. പിന്നെ അങ്ങനെയല്ല, രണ്ടാമത് ഈ പെണ്ണിനെ കെട്ടിച്ചു. ഈ രണ്ടാമത് കെട്ടിയ ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം 6 മാസത്തിന്റെ ശേഷം പെണ്ണ് പ്രസവിച്ചു. എന്നാൽ രണ്ടാമത്തെ കുസാനിയ, രണ്ടാമത്തെ ഭർത്താവിന്റെ കുട്ടിയാണ്. കുട്ടി അയാളിലേക്ക് ആചാര്യ. കാരണം എന്താ? ഇയാൾ നിക്കാഹ് ചെയ്ത് ശരീര ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം 6 മാസം പൂർത്തിയായിട്ടാണല്ലോ പ്രസവിച്ചത്. അപ്പൊ ചുരുങ്ങിയ തോതിൽ ഒരു പൂർണ്ണഗർഭത്തിന്റെ പ്രായമാവുന്ന 6 മാസം ഇയാളുടെ ബന്ധത്തിന് ശേഷം നടന്നതുകൊണ്ട് അയാളെ കുട്ടിയാണ്. അതില്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവിന്റെ കുട്ടിയായിട്ട് തന്നെ പരിഗണിക്കപ്പെടും, 4 കൊല്ലത്തിന് മുമ്പാണെങ്കിൽ. ഇനി അങ്ങനെയല്ല, രണ്ടാമത് പുതിയാപ്പളിനോട് കെട്ടിച്ചിട്ട് ഇവളെ ഈ കെട്ടിച്ചെങ്കിലും 6 മാസത്തിൽ ദൂരിശിത്വത്തെസാനി, രണ്ടാമത്തെ ഭർത്താവ് കല്യാണം കഴിച്ച് അയാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട 6 മാസം കഴിയുന്നില്ല. അതിന്റെ മുമ്പ് ഒരു 3 മാസം 4 മാസമായപ്പോ പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുട്ടി ഈ പെണ്ണ് പ്രസവിച്ചാൽ അതോടുകൂടി വലിയ അക്സറമിൻ അർബാസീനും വലിയ ആദ്യത്തെ ഭർത്താവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് 4 കൊല്ലത്തിലധികമായും ചെയ്ത്. രണ്ടാമത്തെ പുതിയ അപ്പളയായിട്ട് ബന്ധപ്പെട്ടിട്ട് 6 മാസം ആയിട്ടില്ല, ആദ്യത്തെ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട് 4 കൊല്ലം കഴിഞ്ഞു പോയി. എന്നാ പിന്നെ ഫലായല്ല, ആ കുട്ടി ചേരൂല. ആയതമിന്നുമാ, ആദ്യം തലാഖിലെ ഭർത്താവിലേക്ക് അങ്ങോട്ടും ചേരൂല, രണ്ടാമത് കെട്ടിയ ഭർത്താവിലേക്ക് ഇങ്ങോട്ടും ചേരൂല. കാരണം എന്താ? ആദ്യം തലാഖിലെ ഭർത്താവ് ശരീരബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം 4 കൊല്ലം വരെ പരമാവധി അയാളിലേക്ക് ചേരുള്ളൂ. അത് കഴിഞ്ഞതുകൊണ്ട് അയാളെ കുട്ടിയാണ് നോക്കാൻ പറ്റൂല. എന്നാൽ രണ്ടാമത്തെ ആൾക്കാണെന്ന് നോക്കണമെങ്കിൽ അയാൾ നിക്കാഹ് ചെയ്തതിന് ശേഷം 6 മാസം വേണ്ടേ, അതുണ്ടായിട്ടില്ല. അപ്പോ ഈ കുട്ടി രണ്ടാളുടേതുമല്ല, കുട്ടിക്ക് വാപ്പല്ല എന്നാണ് ശറഅന്റെ വിധി. ആട്ടെ, ഇനി ഒരു ചെറിയ വിഷയമുള്ളൂ, അത് പൂർത്തിയായാൽ നിക്കാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശദമായ ചർച്ചകളൊക്കെ വലിയ കിതാബുകളിലുണ്ട്. നമ്മളിപ്പോ കുട്ടിയൊക്കെ മദ്രസയിലെ കുട്ടിയൊക്കെ വേണ്ടിയിട്ടുള്ള ഓത്താണല്ലോ, അതിനകത്തുള്ള പറച്ചിൽ കുട്ടിയൊക്കെ അത്ര അധികം കണ്ട് പറഞ്ഞ ആ കോലത്തിൽ കുട്ടിയൊക്കെയുള്ള പറച്ചിലൊക്കെ പായന. നിക്കാഹുൽ കുഫാർ അതുകൂടി പറഞ്ഞാല് ആ വിഷയം തീരും. നിക്കാഹുൽ കുഫാരി, കാഫിറുകൾ നടത്തുന്ന അവർ തമ്മിലുള്ള വിവാഹം മഹ്കൂമും ബിസിഹ്ഹത്തിഹി, അത് സഹീഹാണ് എന്ന് വിധിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ഭരണകൂടം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ അമുസ്ലിങ്ങളായ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ
അവരുടെ മതവിധി പ്രകാരം നടത്തിയ ഒരു വിവാഹം സംബന്ധിച്ച കേസ് നമ്മുടെ മുസ്ലിം ശരീഅത്ത് കോടതിയിൽ വന്നാൽ അവരുടെ മതപ്രകാരം നടന്ന വിവാഹമാണെങ്കിൽ ആ നിക്കാഹ് സഹീഹാണ് എന്നാണ് വെക്കുക. അതനുസരിച്ച് അതിൽ ജനിക്കുന്ന കുട്ടി ഈ പുരുഷന്റെ കുട്ടിയായിട്ട് പരിഗണിക്കപ്പെടുകയും സ്വത്തവകാശം ലഭിക്കുകയും ചെയ്യും. നിയമങ്ങളൊക്കെ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് നിക്കാഹ് ചെയ്ത മുസ്ലിങ്ങളായ ഭാര്യ ഭർത്താക്കന്മാർക്കും അവരുടെ മക്കൾക്കും ബാധകമാവുന്നത് പോലെ അമുസ്ലിങ്ങളായ ആളുകൾ അവരുടെ മതനിയമപ്രകാരം നടത്തിയ വിവാഹം ഇസ്ലാം കോടതിയിലെത്തിയാൽ ആ വിവാഹം സഹിയാണെന്ന് വിധിക്കപ്പെടും. തുടർ നടപടികൾ അനന്തരാവകാശം തുടങ്ങി കാര്യങ്ങളിലൊക്കെ, അതുപോലെ തന്നെ കുട്ടിയുടെ കുടുംബം ചേരൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അത് നിയമപരമായിട്ട് അംഗീകരിക്കപ്പെടും. അപ്പോ അങ്ങനെ മുമ്പ് നിക്കാഹ് കഴിഞ്ഞു, അമുസ്ലിങ്ങളായിരുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ഫഅസ്ലമാൻ, അങ്ങനെ ഈ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് മുസ്ലിമുമായി. എന്നാലോ ദാമൻ നിക്കാഹു, ആ നിക്കാഹ് നിലനിന്നു പോകും. പിന്നെ പുതിയ നിക്കാഹിന്റെ ആവശ്യമില്ല. പണ്ട് അവരുടെ സമുദായത്തിലായ സമയത്ത് നടന്ന നിക്കാഹാണല്ലോ അത്. രണ്ടാളും ഒന്നിച്ച് മുസ്ലിമുമായില്ലേ, എന്നാ പിന്നെ ആ നിക്കാഹിന് കുഴപ്പമില്ല, ഒരു പണ്ടത്തേക്കിനെ ഭാര്യയും ഭർത്താവ് വെച്ച് ജീവിച്ചോട്ടെ. അതുകൊണ്ടാണ് നേരത്തെ നിക്കാഹ് സഹിയാണെന്ന് വിധിയുള്ളത് കൊണ്ടാണ്. നേരത്തെ തന്നെ അവരുടെ നിക്കാഹ് സഹിയല്ല എന്ന് വന്നാൽ ഇസ്ലാമിലേക്ക് വന്നാൽ വേറെ നിക്കാഹ് ചെയ്യണം എന്നാ. അങ്ങനെയൊന്നുമില്ല. അവരുടെ നിയമപ്രകാരം ശരിയായില്ലെങ്കിൽ ആ നിക്കാഹ് സഹിയാണ്. അതുകൊണ്ട് രണ്ടാളും കൂടി ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്നാൽ അതനുസരിച്ച് അവർക്ക് തുടർന്നും ഭാര്യയും ഭർത്താവുമായി ജീവിക്കാം. എന്ത് വേണ്ടതില്ല, പുതിയ നിക്കാഹ് നടത്തേണ്ട ആവശ്യം ഇല്ല. അപ്പൊ പിന്നെ വലാദുറു മുഖാറത്ത് മുഫ്സിദിൻ, നിക്കാഹിനെ ബാത്തിലാക്കുന്ന വല്ല കാര്യങ്ങളും കൂടെ വന്നിരുന്നു മുമ്പ്. യസൂൽ എന്തിൽ മുസ്ലിമാവുന്ന സമയത്ത് ആ തടസ്സം നീങ്ങിയിട്ടുണ്ട്. പണ്ട് അവരുടെ നിയമപ്രകാരം ശരിയാണെങ്കിലും ഇസ്ലാം ശരീഅത്തനുസരിച്ച് നിക്കാഹ് ബാത്തിലാവുന്ന എന്തോ കാര്യം ഉണ്ടായിരുന്നു. അത് പ്രശ്നമാക്കേണ്ടതില്ല, ഇപ്പൊ അതില്ലല്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഉദാഹരണം, ഒരു പെണ്ണ്, അന്യ സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണും പുരുഷനും, ഈ പെണ്ണിന് ആദ്യം വേറൊരു ഭർത്താവിന് കല്യാണം കഴിച്ചിരുന്നു. അവള് വിവാഹമോചനം നടത്തിയ ഉടനെയാണ് രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞത്, ഇത് കഴിയാതെ. അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവുമായി കുറെ കൊല്ലങ്ങൾ ജീവിച്ചു. പിന്നെ രണ്ടാളും കൂടി ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്നു. എന്നാലോ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവര് നിക്കാഹ് നടക്കുന്ന സമയത്ത് ഇദ്ദയിലാണല്ലോ നടന്നത് എന്ന് നോക്കേണ്ടില്ല. ഇപ്പൊ ഇതല്ലല്ലോ, ഇപ്പൊ ഇതല്ല, എന്നാ ആ നിക്കാഹിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഫലോ അസ്ലമ കാഫിറുൻ, ഒരു കാഫിർ ആയിരിക്കുന്ന പുരുഷൻ ഇസ്ലാം മതം സ്വീകരിച്ചു. വതഅതുഹു കിതാബിയത്തുൻ, അവന്റെ ഭാര്യയായിട്ട് അഹ്ലി കിതാബിയായിരിക്കുന്ന ഒരു യഹൂദിയത്തോ നസ്രാനിയത്തോ ആയിരിക്കുന്ന ഒരു ഭാര്യയാണുള്ളത്. എന്നാൽ ദാമ നിക്കാഹുഹു, അവന്റെ നിക്കാഹ് നിലനിൽക്കും. മുത്തലഖ് അവർ രണ്ടാളും അഹ്ലി കിതാബികളായാലും വേണ്ടിയില്ല, അല്ലെങ്കിലും വേണ്ടില്ല. സലാമുഖാൻ ഇസ്ലാമോ എന്നർത്ഥം. അതായത് ഈ അഹ്ലി കിതാബിയായിരിക്കുന്ന പെണ്ണിനെ ഈ അമുസ്ലിമായ മനുഷ്യൻ വിവാഹം ചെയ്തത് കഴിഞ്ഞ ഉടനെ തന്നെ അയാൾ ഇസ്ലാം മതം സ്വീകരിക്കട്ടെ, അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം സ്വീകരിക്കട്ടെ, രണ്ടായാലും കുഴപ്പമില്ല, നിക്കാഹിക്കും. കാരണം എന്താ, മുസ്ലിമായ പുരുഷൻ എന്നെ കിതാബിയത്തായ പെണ്ണിനെ കഴിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അമുസ്ലിമായിരിക്കുന്ന പുരുഷൻ നിക്കാഹ് കഴിക്കുകയും അയാൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് ആ നിക്കാഹിന് തകരാറൊന്നുമില്ല. ഇനി അങ്ങനെയല്ല, ഔ അസ്ലമ, ഒരു അമുസ്ലിമായ പുരുഷൻ ഇസ്ലാം മതം സ്വീകരിച്ചു. വതഅതുഹു, അവന്റെ ഭാര്യയായിട്ടുണ്ട് കാഫിറത്തുൻ, ഒരു അമുസ്ലിമായിരിക്കുന്ന സ്ത്രീ. എങ്ങനത്തെ അമുസ്ലിമായ സ്ത്രീയാണ്? ഓരോ കിതാബിയത്തിൻ, അഹ്ലി കിതാബിയല്ല, യഹൂദി നസ്രാനിയത്ത് അല്ലാത്ത ഒരു അമുസ്ലിമായിരിക്കുന്ന ഭാര്യ നിലവിലുള്ള ഒരു ഭർത്താവ് മുസ്ലിമായി, ഭാര്യ അപ്പം മുസ്ലിമായിട്ടുമില്ല. അസറത്ത് അലൽ കുഫ്രി, ഈ ഭാര്യ കുഫ്രിയത്ത് അവിശ്വാസത്തിൽ തന്നെ തുടർന്നു, അവൾ ഇസ്ലാം മതം സ്വീകരിച്ചില്ല. എന്നാൽ എന്താണ് അതിന്റെ വിധി? അവിടത്തെ വിധി തരജ്ജദത്തുൽ ഫുർഖത്തു ഇൻകാന ഇസ്ലാമോ ഖബല ദുഖൂലി ബിഹാ, ഈ അമുസ്ലിമായ പുരുഷൻ ഈ അമുസ്ലിമായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് വീടുകൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പാണ് ഈ ഭർത്താവ് ഇസ്ലാമിലേക്ക് വന്നത്, ഈ പെൺകുട്ടി മുസ്ലിം ആകാതിരിക്കുകയും ചെയ്തത് എങ്കിൽ ഇയാൾ ഇസ്ലാം ആവലോട് കൂടി തന്നെ ആ വിവാഹബന്ധം ബാത്തിലായി. കാരണം എന്താ,
അവര് തമ്മിൽ വിവാഹ ബന്ധം മാത്രമേ നടന്നിട്ടുള്ളൂ, എന്തായിട്ടില്ല, ശരീരബന്ധം നടന്നിട്ടില്ല. അതുകൊണ്ട് ഇദ്ദല്ല. ഒരു പെണ്ണിനെ നിക്കാഹ് കഴിഞ്ഞ് ഉടനെ ശരീരബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ത്വലാഖില്ല, ഇദ്ദല്ലല്ലോ. എന്നതുപോലെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, വീട് കൂടുന്നതിന് മുമ്പ് ഭർത്താവ് മുസ്ലിമായി ഭാര്യ മുസ്ലിമായിട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ ആ വിവാഹബന്ധം വേർപ്പെട്ടു. പിന്നെ അവിടെ കാത്തിരിക്കേണ്ടതില്ല. രണ്ടാമത് അവൾ പിന്നീട് ഇസ്ലാമതം സ്വീകരിച്ചാൽ രണ്ടാമത് വേറെ നിക്കാഹിക്കണം, നേരത്തെ നിലക്കൂല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതേസമയത്ത് ഇൻകാന ബഅദഹു, ഈ അമുസ്ലിമായ പുരുഷൻ അമുസ്ലിമായ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ഭാര്യയും ഭർത്താവുമായി ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷമാണ് ഭർത്താവ് ഇസ്ലാമതം സ്വീകരിച്ചതെങ്കിലോ ഉടനെ ഭാര്യ ഇസ്ലാമതം സ്വീകരിച്ചില്ല. എന്നാൽ അവിടെ നോക്കാം, ഇദ്ദ കഴിയുന്ന കാലത്തിനുള്ളിൽ അവൾ ഇസ്ലാമിലേക്ക് അവളും വന്നാൽ ദാമൻ നിക്കാഹ്, മുമ്പത്തെ നിക്കാഹ് എന്നെ നിലനിൽക്കും, അവർക്ക് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാം. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഇയാൾ ഇസ്ലാമതം സ്വീകരിച്ചത്, അവൾ ഇസ്ലാമതം സ്വീകരിച്ചില്ല തൽക്കാലം. പക്ഷേ ഇദ്ദയുടെ കാലം കഴിയുന്നതിന് മുമ്പ് അവൾ ഇസ്ലാമിലേക്ക് വന്നാൽ നേരത്തെ നിക്കാഹ് തന്നെ നിലനിൽക്കും. അപ്പൊ തമ്മിൽ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പാണ് ഇയാൾ ഇസ്ലാമതം സ്വീകരിച്ചെങ്കിൽ ഇദ്ദല്ല, അതുകൊണ്ട് അപ്പോൾ തന്നെ വേർപിരിഞ്ഞു. രണ്ടാമത് വേണമെങ്കിൽ പുതിയ നിക്കാഹ് വേറെ നടത്തേണ്ടി വരും. അതേസമയത്ത് നിക്കാഹ് കഴിഞ്ഞ് ശരീരബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഇയാൾ ഇസ്ലാമതം സ്വീകരിച്ചത്, പെണ്ണ് അപ്പോൾ ഇസ്ലാമതം സ്വീകരിച്ചില്ല. ഇദ്ദയുടെ കാലഘട്ടം കഴിയുന്നതിന് മുമ്പ് അവൾ സ്വീകരിച്ചാൽ ആദ്യത്തെ നിക്കാഹ് തന്നെ നിലക്കും. വയില്ല, ഇദ്ദയുടെ കാലം കഴിയുന്നത് വരെ അവൾ ഇസ്ലാമതം സ്വീകരിച്ചില്ല എന്ന് വെക്ക, എങ്കിൽ ഫൽ ഫുർഖത്തു മിൻ ഇസ്ലാമിഹി, അവൻ മുസ്ലിമായത് മുതൽ അവനും അവളും തമ്മിൽ വേർപ്പെട്ടു എന്ന് ബോധ്യപ്പെടും. അപ്പൊ ഇദ്ദ കഴിയുന്നത് വരെ പ്രതീക്ഷിച്ചിരിക്കും എന്നർത്ഥം. ഇദ്ദ കഴിഞ്ഞതിന് ശേഷം വിധി വരിക. ഇതിപ്പോ ഭർത്താവ് മുസ്ലിമായി ഭാര്യ കാഫറായ അവസ്ഥയാണ് ഇപ്പൊ പറഞ്ഞ്. ഇനി തല തിരിച്ചും വരാലോ. വലൗ അസ്ലമത്ത് സൗജത്തു കാഫിരിൻ, കാഫിറായ അഥവാ മുസ്ലിം അല്ലാത്ത ഒരു പുരുഷന്റെ ഭാര്യ മുസ്ലിമായി, നേരെ രണ്ടാളും അമുസ്ലിങ്ങളായിരുന്നു. അത് അഹ്ലി കിതാബിയായാലും വേണ്ടില്ല, അല്ലാത്തവരായാലും വേണ്ടില്ല, രണ്ടാളും അമുസ്ലിങ്ങളായിരുന്നു, ഭാര്യയും ഭർത്താവും. ഭാര്യ ഇസ്ലാമതം സ്വീകരിച്ചു. അസറ, ഭർത്താവ് ഉറച്ചു നിന്നു അലൽ കുഫ്രി, അവിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നാൽ നേരത്തെ പറഞ്ഞേക്കണം തനജ്ജസത്തിൽ ഫുർഖത്തു ഇൻകാന ഇസ്ലാമുഹു ഖബല ദുഖൂൽ, അവര് തമ്മിൽ നിക്കാഹ് നടന്നിട്ടേ ഉള്ളുവായിരുന്നു, വീട് കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അതിന്റെ മുമ്പാണ് പെണ്ണ് മുസ്ലിമായതെങ്കിൽ അവൾ മുസ്ലിം ആവലോടുകൂടി തന്നെ ആ വിവാഹ ബന്ധം ബാത്തിലായി. ഇനി രണ്ടാമത് അയാൾ ഇസ്ലാമതം സ്വീകരിച്ചാൽ വേണമെങ്കിൽ രണ്ടാമത് നിക്കാഹ് ചെയ്യണം, നേരത്തെ നിക്കാഹ് നിലക്കൂല, കാരണം ഇദ്ദല്ല. അതുകൊണ്ട് വൈങ്കാന ബഅദഹു, അങ്ങനെയല്ല, അമുസ്ലിങ്ങളായ ഒരു സ്ത്രീയും പുരുഷനും വിവാഹം നടന്നു, അവര് ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം ഈ പെൺകുട്ടി മുസ്ലിമായി. എന്നാൽ അവിടെ നോക്കുക, ഇവരുടെ ഇദ്ദയുടെ കാലം കഴിയുന്നതിന് മുമ്പ് ഭർത്താവും ഇസ്ലാമിലേക്ക് വന്നാലോ ദാമൻ നിക്കാഹു, നേരത്തെ ചെയ്ത നിക്കാഹ് അങ്ങനെ തന്നെ നിലനിൽക്കും, നിക്കാഹിന് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഇനി അങ്ങനില്ല എന്ന് പറഞ്ഞാൽ ഇവള് മുസ്ലിമായി, അവൻ മുസ്ലിമാകാതെ കാത്തുന്നു, ഇദ്ദ കഴിയുന്നത് വരെയും അവൻ മുസ്ലിമായില്ല. എന്നാൽ ഫൽ ഫുർഖത്തു മിൻ ഇസ്ലാമിഹാ, ഇവൾ മുസ്ലിമായോടെ മുതൽ തന്നെ അവനുമായി വേർപ്പെട്ടു എന്ന് കണക്കാക്കപ്പെടും. അപ്പൊ അവിടെ മുതൽ ഇദ്ദ കണക്കാ പെൺകുട്ടീനെ. ഇനി ഒരു വിഷയം കൊണ്ട് വമൻ അസ്ലമ, ഒരു അമുസ്ലിമായിരിക്കുന്ന ഒരു സുഹൃത്ത് മുസ്ലിമായി, എങ്ങനെ അല അക്സറ മിൻ അർബഈൻ, 4 ഭാര്യമാർ ഒന്നിച്ചാണ് അവരും മുസ്ലിമായി. ഈ 4 പാടുള്ളൂ എന്നുള്ള ഇസ്ലാമിന്റെ ആണല്ലോ. ഇപ്പോൾ തന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ അതിലൊക്കെ ഏറെയുള്ള ചില ഗോത്രവർഗങ്ങളുണ്ട്, അതൊക്കെ പിന്നെ പുറത്തു വിടാതൊക്കെയാണ്. ഏതായാലും ഒരാള് 5 or 6 ഭാര്യമാരുണ്ട്, ഇവരെല്ലാരും മുസ്ലിമായി, ഭർത്താവ് മുസ്ലിമായി. എന്നാലോ ഇഖ്താറ അർബഅൻ മിൻഹുന്ന, അതിൽ നിന്ന് അവരിഷ്ടമുള്ള 4 തെരഞ്ഞെടുക്കണം, ബാക്കിയുള്ളവരെ ഒഴിവാക്കണം. 4 അപ്പുറം എന്തായാലും പറ്റൂല. ഇപ്പോ നിക്കാഹുമായി ബന്ധപ്പെട്ട വിവാഹോലോചന തൊട്ട് തുടങ്ങി നിക്കാഹ്, അതിന്റെ ഷർത്തുകള്, പിന്നെ നിക്കാഹ് മൂലം ഒരു ഭർത്താവിന്
ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടി വരുന്ന ബാധ്യതകൾ, ഭാര്യ ഭർത്താവിനോട് ചെയ്യേണ്ട ബാധ്യതകൾ തുടങ്ങി സംശയം, തെറ്റിദ്ധാരണ, പിണക്കം, ഇണക്കം, അവസാനം വേണ്ടിവരുന്ന സാഹചര്യത്തിൽ തലാഖ്, അതല്ലെങ്കിൽ വഫാത്ത്, അതിനെ തുടർന്ന് വരുന്ന ഇദ്ദ വരെ അവിഷയകമായ ഒരു ചെറിയ വിവരണം അൽഹംദുലില്ലാ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ, ഭക്ഷിക്കാൻ പറ്റുന്ന ജീവജാലങ്ങൾ അറുക്കേണ്ട രീതികൾ, അതിന്റെ ഷർത്തുകൾ, അറവുമായി ബന്ധപ്പെട്ട ഉദൂഹിയത്ത്, അഖീഖത്ത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ, കാരണം കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആണല്ലോ ഭക്ഷണവുമായിട്ടുള്ള വിവരങ്ങൾ വരുന്നത്, അതുകൊണ്ടായിരിക്കും ഇവിടത്തേക്ക് അത് മാറ്റിവെക്കുന്നത്. റബ്ബ് തൗഫീഖ് ചെയ്താൽ നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ്, ഭക്ഷിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ്, എന്തിനെയൊക്കെയാണ് അറുക്കേണ്ടത്, എങ്ങനെയാണ് അറുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നമുക്ക് ഓത. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നിവിടെ തീർന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട PMK ഫൈസി ഉസ്താദ് വഫാത്തായിട്ട് ഇന്നലേക്ക് ഒരു കൊല്ലം പൂർത്തിയായി. ഇന്നലെ ഉസ്താദന്മാരാരൊക്കെയോ ഉണ്ടായിരിക്കാം, അവര് ദുആ ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇന്ന് നമുക്ക് ലാസ്റ്റ് ദുആഇന്റെ മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട PMK ഫൈസി ഉസ്താദിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. അതുപോലെ പിന്നെ വലിയ 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 മഹാന്മാരൊക്കെ വഫാത്തായ മാസമാണല്ലോ. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങൾ തുടങ്ങിയിട്ടുള്ള മഹാന്മാരുടെ ഒക്കെ ആണ്ട് മാസമാണ്. അതുപോലെ ഇന്നലെയാണ് ശരിക്ക് നമ്മളവിടുത്തെ കണക്കനുസരിച്ച് PMK ഫൈസി ഉസ്താദ് വഫാത്തായ ദിവസം. നാളെ ഫറൂഖിൽ മഹാനായ PMK ഫൈസിയുടെ കഠിനമായ പ്രയത്നത്തിലൂടെ ഒരുപാട് സുമനസ്സുകളുടെ സഹകരണത്തോടെ സ്ഥാപിതമായ ക്രസന്റ് ഹോസ്പിറ്റലിൽ വെച്ച് ആണ്ട് ബഹുമാനപ്പെട്ട PMK ഫൈസി ഉസ്താദിന്റെ ആണ്ട് അനുസ്മരണവും ഉറൂസും പരിപാടികളൊക്കെ നാളെ ഇൻഷാ അല്ലാഹ് ഫറൂഖ് ക്രസന്റിൽ വെച്ച് നടക്കുന്നുണ്ട്. നാട്ടിലുള്ള ആളുകൾ, സൗകര്യപ്പെടുന്നവർ, ബന്ധപ്പെടാൻ പറ്റുന്നവരൊക്കെ നാളെ ക്രസന്റ് ഹോസ്പിറ്റലിൽ ബന്ധപ്പെടുകയും ആ ഉറൂസ് പരിപാടിയിലും യാസീനും ഖത്തമോ ദുആവോ ഒക്കെ ഉണ്ടാവും. ആ പരിപാടികളിലൊക്കെ പങ്കെടുക്കണം നാട്ടിലുള്ളവർ എന്ന് സ്നേഹപൂർവ്വം ഉണർത്തുകയും ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ദുആഇന്റെ കൂടെ മഹാനായ PMK ഉസ്താദിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി കുറച്ചു നേരം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യ ഉത്തരവൊക്കെ ആയിട്ട് അങ്ങനെ പോയി നോക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം ശരിയാണെന്ന് വിചാരിക്കുന്നു. ഉസ്താദ് നേരത്തെ പറഞ്ഞ 3 കൊല്ലം കഴിഞ്ഞിട്ടും ഗർഭം ധരിച്ചാൽ അത് അവന്റെ ഗർഭം തന്നെയാണെന്ന് പറഞ്ഞപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മസാല പൊതു സമക്ഷം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എത്ര മാത്രമാണെന്ന് ചിന്തിച്ചു പോവുകയാണ്. അപ്പോ ഇതൊരു ദുരുപയോഗം ചെയ്യാനുള്ള ഒരു മാർഗമായി തീരില്ല എന്നാണ് എന്റെ സംശയം. പൊതുവില് സ്ത്രീകള് പലതും മറച്ചു വെക്കുന്ന കൂട്ടത്തില് ഇതും ഇങ്ങനെ മറച്ചു വെക്കാൻ സാധ്യതയില്ല എന്ന് കൂടി എനിക്കൊരു സംശയം. ഏതായിരുന്നാലും ഉസ്താദിനോട് അവതരിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് മൈക്ക് കിട്ടും. ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന് ഉപദേശിക്കാനേ നമുക്ക് വകുപ്പുള്ളൂ. മനസ്സിലായില്ലേ? അത് ചില രഹസ്യങ്ങളൊക്കെ അല്ലാഹു തആല പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മറ വെച്ചു കൊടുത്തത് തന്നെയാണ്. പക്ഷെ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണ് അവളുടെ ഗർഭാശയത്തിന്റെ കാര്യത്തിൽ അവളെ വിശ്വസ്തയായി അല്ലാഹു സുബ്ഹാനഹു വ തആല
അവളെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളണം എന്നൊരു താക്കീതുണ്ട്. അപ്പൊ ഇല്ലാത്തത് കെട്ടി അന്യൊരു പുരുഷന്റെ പേരിൽ കെട്ടിവെക്കുന്ന അവസ്ഥ വന്നാൽ അതിന് അള്ളാഹുവിന്റെ അടുക്കൽ അവൾക്ക് അതിൻ്റെതായ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാവും. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഭർത്തൃമതിയായിരിക്കുന്ന ഒരു സ്ത്രീ വ്യഭിചരിച്ചാൽ അതുകൊണ്ട് തൗബ ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലുള്ള അത്രയും വലിയ ഗുരുതരമായ കുറ്റത്തിൽ അവൾ വന്ന് പതിക്കും. കാരണം ഈ കുട്ടി ആരാന്റെ കുട്ടിയെ ഇയാളുടേതായിട്ട് വാദിച്ചിട്ട് ഈ കുട്ടിക്ക് ചെലവ് കൊടുക്കാൻ അയാളെ നിർബന്ധിക്കുക, തൊടാൻ പാടില്ലാത്തവർ തൊടാനും കാണാൻ പാടില്ലാത്തവർ കാണാനും ഇടവരുത്തുക, കെട്ടിച്ചു കൊടുക്കാൻ ശരിയാവാതെ വരിക, അതുപോലെ തന്നെ മുതൽ ഓരിച്ചു കൊടുക്കാൻ കാരണമാകുക, ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ ഈ വ്യഭിചാരം ചെയ്ത പെണ്ണിനുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ഗുരുതരാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോധവൽക്കരിക്കാം. അതിനെ ഇവിടുത്തെയും കണക്ക്. മറ്റൊരു പുരുഷനുമായി ഒരു പുരുഷനുമായി വിവാഹത്തിൽ ഏർപ്പെട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട പെണ്ണ് അവനുമായി സ്വലാക്ക് കൊണ്ടോ അല്ലാതെയോ വിട്ടുപിരിഞ്ഞ് മറ്റൊരു പുരുഷനുമായി വിവാഹത്തിലൂടെയോ വ്യഭിചാരത്തിലൂടെയോ ബന്ധപ്പെട്ടു എന്ന് സ്ഥിരപ്പെടാത്തോടത്തോളം കാലം ഈ പെണ്ണ് ഗർഭിണിയാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ 4 കൊല്ലത്തിന്റെ മുമ്പൊക്കെ ഉള്ളത് ആദ്യത്തെ ഭർത്താവിൻ്റെതായി തന്നെ അംഗീകരിക്കും ശരീഅത്ത്. അതിപ്പോ വ്യഭിചാരാണെന്ന് നിയമപരമായി സ്ഥിരപ്പെടാത്തോടത്തോളം ഒക്കെ ഉള്ള വിധി അതാണ്. ഏതുപോലെന്ന് വെച്ചാല് പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ. ജാഹിലിയ കാലത്തെ സംസ്കാരം വെച്ചിട്ട് ബഹുമാനപ്പെട്ട സൗദാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പിതാവ്, ആ പിതാവ് കാഫറായിരുന്നല്ലോ അയാള്. അദ്ദേഹം കാഫറായ കാലത്ത് നടത്തിയ ഒരു വ്യഭിചാരത്തിൽ ഒരു കുട്ടി ജനിച്ചു. കണ്ടാൽ ഇയാളുടെ നേർപകർപ്പുള്ള കുട്ടി. അതൊരു പ്രശ്നമായി മാറി അവസാനം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവകാശവാദങ്ങളൊന്നും പറയണ്ട. ഒരാളുടെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ അടിമ സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിച്ചാൽ അത് അവരുടെ കുട്ടിയായിട്ടാണ് ശരീഅത്ത് കണക്കൂട്ടുക. എന്നാൽ മറ്റൊരാൾ വന്നിട്ട് അത് എന്റെ മകനാണ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വ്യഭിചരിച്ചതിൽ ഉണ്ടായതാണെന്ന് പറയുന്നെങ്കിൽ വ്യഭിചരിച്ചവനെ കല്ലെറിയാന്നല്ലാതെ അവന് കുട്ടിന്റെ അവകാശം കിട്ടൂല. അൽ വലദുലിൽ ഫറാഷ് വലിൽ ആഹിരി അൽ ഹജർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ ഭാര്യാപദത്തിലാണോ പെണ്ണുള്ളത് അവൾക്കാണ്, ആ ഭർത്താവിനാണ് കുട്ടിയുടെ അവകാശം. അപ്പൊ അതിന്റെ രക്തത്തിൽ പറഞ്ഞതല്ല. എന്നാൽ പോലും അവന്റെ ഭാര്യയാണ്, അവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് പ്രസവിക്കുന്നത് എങ്കിൽ അവന്റെ കുട്ടിയായിട്ട് തന്നെയാണ് ശറഅ് അതിനെ ബാഹ്യമായി അംഗീകരിക്കുന്നത്. അതേ സമയത്ത് ഇവൾ വ്യഭിചരിച്ചതാണെങ്കിൽ അത് അള്ളാഹും അവളുമായിട്ട് നോക്കണം. ഈ കേസിൽ തലാഖ് ചൊല്ലിയോർത്ത് രണ്ടാമതൊരു ഭർത്താവിനോട് കല്യാണം കഴിച്ചാൽ അയാളുടേതാകാൻ സാധ്യതയുണ്ടെങ്കിൽ അയാളുണ്ടാവും. അങ്ങനെ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടില്ല, ആദ്യത്തെ ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടില്ല, എന്നാൽ ഇവൾ വ്യഭിചരിച്ചതായി ഇസ്ലാം ശരീഅത്തിന്റെ നിയമപ്രകാരം സ്ഥിരപ്പെട്ടിട്ടും ഇല്ലെങ്കിൽ ആദ്യത്തെ ആളുടെ കുട്ടിയാണെന്നാണ് ബാഹ്യമായ വിധി. ഞാനും നമുക്ക് പ്രത്യക്ഷ വിധിയെ നിവർത്തിയുള്ളൂ. വല്ലാഹു തആല സറായിർ, ഉള്ളു എന്താണ് എന്നത് അള്ളാഹു നാളെ ആഖിറത്തിൽ തീരുമാനിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, സൗണ്ട് ക്ലിയർ അല്ലേ? ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ഉസ്താദെ, 2 അമുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ നിക്കാഹിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരാൾ ക്രിസ്ത്യാനിയും ഈ അമുസ്ലിമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇസ്ലാമിൽ നിന്ന് തീരെ ഇസ്ലാമിലേക്ക് വരാത്ത ആള് എന്നല്ലേ? അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ, അതായത് ഒരാൾ ക്രിസ്ത്യാനിയും ഒരാള് ഹിന്ദുവാണ്, അപ്പൊ അവരുടെ നിക്കാഹ് എങ്ങനെ, അവരുടെ മതത്തിനനുസരിച്ച് എങ്ങനെ തീരുമാനമായത്, എങ്ങനെ തീരുമാനിക്കുക? അങ്ങനത്തെ 2 ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ
എങ്ങനെയായിരിക്കും അവരുടെ വിധി? ഉല്ലാസ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനേ. അവരുടെ മതത്തിൽ നിയമപരമായിട്ട് സഹീഹാവുന്ന നിക്കാഹാണ് ഇസ്ലാം സഹീഹായി പ്രഖ്യാപിക്കുന്നത്. അഹ്ലി കിതാബുകളും അല്ലാത്തവരുമായ വിവാഹബന്ധം അനുവദിക്കപ്പെടുന്ന മതനിയമങ്ങൾ ഉള്ളവരായിരുന്നു. അവരുടെ മതാചാര പ്രകാരമാണ് അവര് വിവാഹം കഴിച്ചത്. അനന്തരം അവർ രണ്ടുപേരും ഇസ്ലാമിലേക്ക് വന്നു. എന്നാൽ ആ വന്ന ആളുകളുടെ നിക്കാഹ് സഹീഹാണെന്ന് ഇസ്ലാം കൽപ്പിക്കും. അതേ സമയത്ത് ഒരു മതപ്രകാരവും സഹീഹ് അല്ലാത്തതായിരുന്നു, ഉദാഹരണം രജിസ്റ്റർ വിവാഹം പോലത്തതായിരുന്നു എങ്കിൽ അത് നിക്കാഹ് സഹീഹാന്ന് വെക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റ് സമുദായക്കാരാവുന്ന ആളുകളുടെ നിക്കാഹ് സഹിയാണ് എന്ന്. അപ്പൊ ആ സമുദായത്തിൽ നിയമം പ്രകാരം സഹിയായ നിക്കാഹിൽ വിവാഹം കഴിച്ച ആളുകൾ ഏത് മതക്കാരായാലും വേണ്ടിയില്ല, അവര് ഇസ്ലാമിലേക്ക് വന്നാൽ പഴയ നിയമപ്രകാരം തന്നെ അവരെ നിലനിർത്തും. അതല്ല അവരുടെ നിയമപ്രകാരം തന്നെ നിക്കാഹ് സഹിയായിട്ടില്ലായിരുന്നു എങ്കിൽ ഇസ്ലാമിലേക്ക് വന്നാലും അത് സഹിയല്ല എന്ന് വരും. അപ്പൊ രണ്ടാമത് ഇസ്ലാമിൽ വന്നതിന് ശേഷം നിക്കാഹ് കഴിക്കേണ്ടി വരും. അപ്പൊ നോട്ടം ഏത് മതത്തിൽ നിന്ന് വന്നതാണോ ആ മതപ്രകാരം അവർ നേരത്തെ നടത്തിയ നിക്കാഹ് സഹിയായിരുന്നു എങ്കിൽ ഇസ്ലാമിൽ ആ നിക്കാഹ് തന്നെ തുടരാൻ അനുവദിക്കും. അല്ലെങ്കിൽ ഇസ്ലാമിൽ വന്നതിന് ശേഷം പുതുതായി നിക്കാഹ് ചെയ്യണം. ക്രിസ്ത്യാനി പിന്നെ ഹിന്ദു കൂടെ വിവാഹം ചെയ്താല് അവര് നിക്കാഹ് രണ്ടാമത് ചെയ്യേണ്ടി വരൂലേ? എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഞാൻ പറഞ്ഞേന്ന്? നമ്മുടെ നാട്ടിലുള്ള ജാതികളുടെ എല്ലാം കൂടി പേര് പറയണോ? കുട്ടികൾ ചോദിക്കും പോലെ വലിയ വിവരമുള്ള ആൾക്കാർ ഇങ്ങനെ തുച്ചിലും പിടിച്ചു വെച്ചാൽ എന്താണ് അതിന്റെ വായന? ഏത് മതത്തിലായാലും നിങ്ങൾ ക്രിസ്ത്യാനി എന്നല്ല യഹൂദി എന്നല്ല എന്ത് പണ്ടാറം പേര് പറഞ്ഞാലും വേണ്ടിയില്ല, പേര് അല്ലല്ലോ പ്രധാനം. ഒരു മതക്കാരൻ മറ്റൊരു മതത്തിൽ നിന്നിട്ട് ഉള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കൽ നിയമപരമായി കാണുന്ന ഏത് മതം ലോകത്തുണ്ടെങ്കിലും അവരുടെ മതാചാര പ്രകാരം ശരിയായ നിലക്കുള്ള വിവാഹമാണ് നടന്നത് എങ്കിൽ അവർ ഇസ്ലാമിലേക്ക് വന്നാൽ ആ നിക്കാഹ് നിലനിൽക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ മൗല്യമാരി ഒന്നാണ് ചൊല്ലിക്കൊടുത്താൽ നിക്കാഹ് അതിന് വേണ്ടിയിട്ട് വാളെടുക്കാൻ നടക്കണ്ട. ഓല മതപ്രകാരം സഹി ആയിട്ടില്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നാൽ അത് രണ്ടാമത് നിക്കാഹ് ചെയ്തു കൊടുക്കണം. ഓല മതപ്രകാരം അത് സഹി ആയതാണെങ്കിൽ രണ്ടാമത് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടതില്ല. ഇനി ഓരോ മതത്തിന്റെയും പേര് പറഞ്ഞൊന്നും പറയാൻ എനിക്ക് കഴിയില്ല, അത് നിങ്ങൾ പറഞ്ഞാൽ മതി. പേര് ഓരോന്നിനും പ്രത്യേകം പേര്. വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകൾ തമ്മിൽ വിവാഹം അനുവദിക്കപ്പെടുന്ന പല മതങ്ങളുണ്ട്. എല്ലാവരും മുസ്ലിമീങ്ങളെ പോലെയാണ് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ അവരുടെ മതവീക്ഷണ പ്രകാരം ആ നിക്കാഹ് സഹി ആയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇന്ന് ഇസ്ലാമിലേക്ക് വന്നാൽ അത് തന്നെ മതി. ഇല്ല, പണ്ട് തന്നെ അവരുടെ മതവീക്ഷണ പ്രകാരം തന്നെ സഹി ആവാത്തതാണ് എങ്കിൽ അവർ ഇസ്ലാമിലേക്ക് വന്നാൽ വേറെ നിക്കാഹ് ചെയ്ത് കൊടുക്കണം. അതിനല്ലേ ഇവിടെ മൗലവിമാര് ആരെങ്കിലും വന്നാൽ നിക്കാഹ് ചെയ്ത് കൊടുത്താളി. ഉസ്താദെ, ചോദ്യത്തിന്റെ മുമ്പ് ഇപ്പൊ നേരത്തെ പറഞ്ഞ വിഷയം കുറച്ചുകൂടി സന്തോഷം തോന്നുന്നു. എന്റെ അമ്മോശനും അമ്മോശന്റെ ഉപ്പയൊക്കെ വൈദ്യന്മാരാണ്. അപ്പൊ അമ്മോശൻ ഭാര്യയോട് പറഞ്ഞതായിട്ട് ഭാര്യ പറയാ 4 വർഷം വരെ ഗർഭം നിൽക്കാം. കാരണം 3 വർഷം വരെ ഈ ബീജം ഭാര്യയുടെ ഗർഭത്തിന്റെ പുറത്തതിനുള്ളിലാണെന്ന് പറഞ്ഞിട്ടില്ല, ചുറ്റി നടന്നുകൊണ്ടിരിക്കും. 3 വർഷം കഴിഞ്ഞാൽ അവിടെ മുതൽ 10 മാസം വരെ വളർച്ച വരും. പിന്നെ സാധാരണ പ്രസവിക്കും പോലെ പ്രസവിക്കും. അങ്ങനെ 4 വർഷം വരെ വരാം എന്നുള്ളത് ചില വൈദ്യന്മാരെന്നെ പറഞ്ഞതായിട്ട് ഇപ്പൊ ഭാര്യ പറഞ്ഞു. അത് നമ്മൾ ഇസ്ലാമിൻ്റെതും കൂടെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഉസ്താദിന് അവിടെ എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദിന് വിശദീകരിക്കാം. എന്റെ ചോദ്യം ഉസ്താദെ, അഖല്ലുൽ ഹംല് 6 മാസമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ 6 മാസമാണെന്ന് പറയുമ്പോ
6 മാസം പോയിട്ട് നമുക്കിപ്പോ ഖുർആന്റെ നെസ് നമുക്ക് മതി. പൊതുവെ ജനങ്ങൾ ആരെങ്കിലും ഇനി യുക്തിവാദികളോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകളൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊരു മറുപടി പറയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് ഉസ്താദെ. അതായത് 7 മാസം കഴിഞ്ഞ് 6 പോയിട്ട് 7 മാസം കഴിഞ്ഞ് തന്നെ പ്രസവിച്ചു കഴിഞ്ഞാല് ഗർഭസ്ഥ ശിശുവിനെ പോലെ തന്നെ ശരിക്കും ശ്രദ്ധിച്ചു നോക്കുന്നു, ലൈറ്റ് ഇട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റലിൽ തന്നെ ആ കുട്ടിയെ സൂക്ഷിച്ച് മുല കുടിക്കാനും പാടെ കൊടുക്കാത്ത രൂപത്തിൽ ആ കുട്ടിക്ക് വളർച്ച എത്തിയിട്ടില്ല, പെട്ടെന്ന് നിങ്ങളെ കൈകിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുട്ടി മരണപ്പെടും എന്ന് പറഞ്ഞ് ഏകദേശം 7 മാസത്തിൽ പ്രസവിച്ച കുട്ടിയെ ഒരു 30-32 ദിവസത്തോളം വീണ്ടും ആ ICUവിലെ മറ്റ് ഭാഗത്തോ കുട്ടിയെ സൂക്ഷിച്ചു വെക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഒന്ന് ഉസ്താദ് അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. വൈക്കും ഇത് രണ്ടും സാധ്യതകളാണ്. അതായത് 4 വർഷം വരെ പരമാവധി ഒരു കുട്ടി ഗർഭത്തിൽ ജീവിക്കാം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞത് മുതൽ 4 വർഷം പൂർത്തിയാവുന്ന അടുത്ത സമയത്ത് പ്രസവം വരെ സംഭവിക്കാം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ പുരുഷന്മാരും ഭാര്യമാരും വെച്ച് ബന്ധപ്പെട്ട 4 കൊല്ലത്തിന്റെ അടുക്ക് പ്രസവിക്കുന്നല്ലോ പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി തന്നെ ചില ചരിത്രങ്ങളിൽ കാണുന്നു, ഗർഭത്തിൽ 4 വർഷം ജീവിച്ചിട്ടാണ് മഹാനായ ഇമാം മാലിക് തങ്ങൾ ജനിച്ചത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അപൂർവ സന്ദർഭങ്ങളിൽ അങ്ങനെ വരാം എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. തിരിച്ചും അത് തന്നെയാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അതായത് ചുരുങ്ങിയത് ഭർത്താവ് നിക്കാഹ് കഴിഞ്ഞ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം 6 മാസം പൂർണ്ണമായാൽ പ്രസവിച്ച ഒരു കുട്ടിക്ക് അപൂർവ സന്ദർഭത്തിൽ പൂർണ്ണ വളർച്ചയെത്താം. അത് എല്ലാ കുട്ടികളും ഭർത്താവ് ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് 6 മാസം കഴിഞ്ഞാട് എല്ലാം പ്രസവിക്കുന്നതിനൊക്കെ വളർച്ച പൂർത്തിയായിട്ടുണ്ടാവും എന്നോ അല്ല പറഞ്ഞതിനർത്ഥം. അപൂർവഘട്ടങ്ങളിൽ അങ്ങനെ സംഭവിക്കാം എന്ന് തന്നെയല്ല. ഒരിക്കൽ എന്റെ അനുഭവത്തിൽ തന്നെ അറിയാം, എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങൾ കീശേരി റിസർച്ചിരുന്ന കാലത്ത് കീശേരി അങ്ങാടിയിലെ പള്ളിന്റെ കുഞ്ഞോളത്തെ പള്ളിക്കൽ ഞാനും കുഴിമണ്ണ പള്ളിക്കൽ വേറെ എന്റെ ഒരു സുഹൃത്തും ദർസ് നടത്തുന്ന, ഞങ്ങൾ ചെറുപ്പത്തിലാണ് ദർസ് നടത്തുന്ന കാലത്ത് ഈ സുഹൃത്ത് ആവുന്ന അദ്ദേഹം ഒരു ഫൈസി തന്നെയാണ്. കല്യാണം കഴിച്ചു. 7 മാസം കഴിഞ്ഞ് 8-ാം മാസം ആയപ്പം തികച്ചും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിയെ പ്രസവിച്ചു. 8 മാസം പൂർത്തിയായപ്പം 7-ാം മാസത്തിൽ ജനിക്കുന്ന കുട്ടി പിന്നെ ആരോഗ്യം ഉണ്ടാവും. 8-ാം മാസത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് ആരോഗ്യം കുറയുന്നൊക്കെ നാടൻ വർത്താനം. പക്ഷെ കുട്ടിക്ക് ഒരു ആരോഗ്യക്കുറവുമില്ല, ഒരു വളർച്ച കുറവുമില്ല, പൂർണ്ണ വളർച്ച. അപ്പൊ ചെറുപ്പക്കാരല്ലേ, ഇദ്ദേഹത്തിന് ചെറിയൊരു സംശയം, എങ്ങനെ ഇപ്പൊ 8 മാസമായപ്പോക്ക് ശരിക്കും പൂർണ്ണമായ വളർച്ചയെത്തിയ കുട്ടി ഇതിൽ എന്തെങ്കിലും കൃത്രിമുണ്ടോ? അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ പ്രശസ്തനായ ഒരു ഡോക്ടർ, ഇപ്പൊ അയാൾ ഇവിടെയാണ്, പ്രശസ്തനായ ഒരു ഡോക്ടറുണ്ട്. ഈ വിഷയത്തിൽ അയാൾ പ്രത്യേക വിദഗ്ധനാ, ഗൈനക്കോളജിയിൽ ഗർഭവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ അദ്ദേഹം ഞങ്ങളൊരു കൂട്ടുകാരനുമാണ്, ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. ഒന്ന് അദ്ദേഹത്തെ സമീപിച്ച് ഈ ഉസ്താദ് സംശയം പറഞ്ഞ അയാളാണ് ദേഷ്യം പിടിച്ചു. നിങ്ങൾ ഈ ഇൽമുള്ള ആളുകളൊന്നും ഈ വർത്താനം പറയാൻ പാടില്ല. നിങ്ങൾ ഇസ്ലാമിൽ നിങ്ങൾ കിതാബിൽ ഓതിക്കൊടുക്കുന്നത് 6 മാസം കൊണ്ട് ഗർഭം പൂർണ്ണ വളർച്ച എത്താം എന്നല്ലേ? അങ്ങനെ സാധ്യത ഉണ്ട്. അതെന്നെ പറഞ്ഞേ, എല്ലാ കുട്ടിയും അങ്ങനെ ആവില്ല എന്നതുപോലെ തന്നെ ചില കുട്ടികൾ 7 മാസത്തിൽ പൂർണ്ണ വളർച്ച എത്തും, ചില കുട്ടികൾ 8-ാം മാസത്തിൽ പൂർണ്ണ വളർച്ച എത്തും. എല്ലാ കുട്ടികളും 9 മാസം പൂർണ്ണമായതിനു ശേഷം 10-ാം മാസത്തിലെ 2-ാം ആഴ്ചയിൽ പ്രസവിക്കാന്ന് അറിയുന്നതല്ല. അത് അധികവും അങ്ങനെയാണ്. ഇതിന് മുമ്പ് പൂർണ്ണ വളർച്ചയെത്തി വരാൻ സാധ്യതയുണ്ട്. അത് ആധുനിക വൈദ്യശാസ്ത്രവും തന്നെ അക്കാര്യം ശരിവെക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോ 6 മാസം കൊണ്ട് വളരെ അപൂർവമായിക്കൊണ്ടെങ്കിലും പൂർണ്ണ വളർച്ചയെത്തിയ ഗർഭം പ്രസവിക്കപ്പെടാം, കുട്ടി രക്ഷപ്പെടുകയും ചെയ്യാം. എന്നാൽ സാധാരണ നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞതനുസരിച്ച് സാധാരണഗതിയിൽ 8 മാസത്തിന് മുമ്പ് ജനിക്കുന്ന കുട്ടികൾ പുറത്ത് കൈ കൊണ്ട് തൊടാനോ മുല കൊടുക്കാനോ ഒന്നും പറ്റൂല. അതിന് പ്രത്യേകമായിരിക്കും ഇൻക്യുബേറ്ററിലൊക്കെ സൂക്ഷിക്കുക എന്നൊക്കെ പറയാൻ സാധാരണ കേസാണ്. അസാധാരണവും അപൂർവമായ രീതിയിൽ 6 മാസം പൂർത്തിയായാൽ തന്നെ
പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടി ജനിക്കാം എന്നത് വൈദ്യശാസ്ത്രവും തന്നെ ശരിവെക്കുന്നുണ്ട്. ഏതുപോലെ 4 വർഷം വരെ നിലനിൽക്കാം എന്നതും അപൂർവ സാധ്യതയാണ്, തള്ളിക്കളയാൻ പറ്റൂല. എന്നാൽ എല്ലാം 4 കൊല്ലം നിൽക്കും ഇല്ലല്ലോ. എന്നതുപോലെ തന്നെ 6 മാസം കൊണ്ട് ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ പൂർണ്ണ വളർച്ചയെത്തും എന്ന് ശരീഅത്ത് പറയുന്നില്ല. അപൂർവമായി പൂർണ്ണ വളർച്ചയെത്താം 6 മാസം കൊണ്ട്. ചുരുങ്ങിയ സാധ്യത 6ആണ്. അതിൽ മുമ്പ് പൂർണ്ണ വളർച്ച എത്തൂല എന്ന് പറഞ്ഞാൽ 6 മാസമായാൽ പൂർണ്ണ വളർച്ച എത്തും എന്നതിനർത്ഥമില്ല. അപൂർവ സന്ദർഭങ്ങളിൽ അങ്ങനെ എത്താം. അത് വൈദ്യശാസ്ത്രവും തന്നെ ശരിവെക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. പിന്നെ മൈക്ക് എന്തോ പ്രശ്നമുണ്ടോ ഡൗട്ട് ഉണ്ട്. എന്തായാലും ഉസ്താദ് കേൾക്കുന്നുണ്ടായിരിക്കും. ഉസ്താദ്, ഞാൻ ഈ പാഠത്തിനെ കുറിച്ചുള്ള ചോദ്യമല്ല, എനിക്ക് അറിയേണ്ടത്, ഇപ്പോൾ ഒരാള് പിന്നെ കട്ടിലിൽ രോഗിയായിട്ട് കിടക്കുകയാണ്. രോഗിയായിട്ട് കിടക്കുന്ന സമയത്ത് പിന്നെ എണിക്കാനും ഇരിക്കാനും കിടക്കാനൊന്നും വയ്യ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ രോഗിക്ക് വെള്ളം കൊണ്ട് ഒതു കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാകുമ്പോൾ താമം ചെയ്തു കൊടുക്കാൻ പറ്റുമോ? താമം മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ചെയ്തു കൊടുക്കണം വെച്ചാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എൻ്റെ പിതാവ് രോഗിയായിട്ട് ബെഡിലാണ്. അതിനുവേണ്ടി പിന്നെ രോഗശമനത്തിന് വേണ്ടി ദ്വാ ചെയ്യും വേണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ശിഫായും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ആയുസ് എത്തിയതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷമാകാതെ നല്ല നിലക്ക് റാഹത്തായിട്ട് പൂർണ്ണമായ ഓർമ്മയോടും കാമിലായ ഈമാനോടും കൂടി ഹുസ്നുൽ ഖാത്തിമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രോഗമാണെങ്കിൽ തയമ്മം ചെയ്യാൻ, സ്വന്തം തയമ്മം ചെയ്യും പോലെ തന്നെ മറ്റുള്ളവർ തയമ്മം ചെയ്തു കൊടുക്കുകയും ചെയ്യാം. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രോഗമാണെങ്കിൽ മറ്റൊരാള് തയമ്മം ചെയ്തു കൊടുത്താൽ മതി. തയമ്മം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മം ചെയ്യുന്നു എന്ന് തയമ്മം ചെയ്തു കൊടുക്കുന്നു എന്ന നിയ്യത്തോടു കൂടി 2 കൈയും കൂട്ടി മണ്ണിലടിച്ചിട്ട്, കൂടുതൽ മണ്ണ് വേണ്ട, ഉണ്ടെങ്കിൽ കൈ പുറത്തോട് പുറമൊന്ന് തട്ടി അല്ലെങ്കിൽ കൈ കൊണ്ട് ഊതി ലഘുവാക്കിയതിന് ശേഷം നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മം ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടി ഒറ്റ പ്രാവശ്യം മുഖം ഒന്ന് തടയുക. മുഖം ഫുള്ളായിട്ട് തടയണം. അത് ഒരു പ്രാവശ്യം തടയാൻ മതി. എന്നിട്ട് പിന്നെ ഒന്നുകൂടി മണ്ണടിച്ചിട്ട് ഒരു കൈ വിരലിന്റെ തല തൊട്ട് തുടങ്ങിയിട്ട് മുട്ട് വരെ കൊണ്ടുവന്ന് തിരിച്ച് മുട്ട് മുതൽക്ക് വിരൽ വരെയുള്ള ഭാഗവും പിന്നെ മറ്റേ കൈയും. അതിന് ചിലപ്പമാണെങ്കിൽ കൈ ഒരാൾ പിടിച്ചു കൊടുക്കേണ്ടി വരും, എന്നാലും വേണ്ടിയില്ല. അങ്ങനെ ചെയ്തു കൊടുക്കുക. ആദ്യം വലത്തെ കൈയും പിന്നെ ഇടത്തെ കൈയും തടകലാണ് സുന്നത്ത്. അപ്പൊ ആദ്യം ഒരു അടി അടിച്ചിട്ട് അതിൽ മുഖം തടക, പിന്നെ ഒരു അടി കൊണ്ട് 2 കൈ കൂടി തടകാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു അടി അടിച്ചിട്ട് ഒരു കൈ തടകി പിന്നെ ഒരു അടി അടിച്ചിട്ട് മറ്റേ കൈ തടകിയാലും വിരോധമില്ല. അങ്ങനെ ചെയ്തു കൊടുക്കൽ പറ്റും. സ്വന്തം ചെയ്യാൻ പറ്റൂലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്താലും മതി. ഓക്കെ. അല്ലാഹു തആല ഏതായാലും പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുന്നു. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഒരു ഉസ്താദ് പറഞ്ഞതാണ്, പിന്നെ ഒരു അമുസ്ലിം സ്ത്രീയും പുരുഷനും പിന്നെ ഇസ്ലാമിലേക്ക് വന്നു, ഭാര്യ ഭർത്താവ് ഇസ്ലാമിലേക്ക് വന്നു, പിന്നെ നിക്കാഹ് കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു മുസ്ലിം സ്ത്രീ ഒരു അമുസ്ലിമിലേക്ക് പോയി ഒളിച്ചോടി അവരുടെ രീതിയിൽ അവർ നിക്കാഹ് നടത്തി, ഒരു മുസ്ലിം ഹിന്ദു ആചാരപ്രകാരം നിക്കാഹ് നടത്തി, അങ്ങനെ അവർ കഴിഞ്ഞുകൂടിയ ശേഷം പിന്നെ അവർ ഇസ്ലാമിലേക്ക് പിന്നെ വന്നു. അപ്പൊ അവര് പിന്നെ നിക്കാഹ് നടത്തേണ്ട ആവശ്യമുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉണ്ട്. അമുസ്ലിങ്ങളായ 2 ആളുകൾ അവരുടെ മതാചാരപ്രകാരം നടത്തിയ വിവാഹം, ആ വിവാഹത്തിന് ശേഷം അവർ 2 പേരും ഇസ്ലാമിലേക്ക് വന്നാൽ പഴയ നിയമം നിലനിൽക്കും. അതുപോലെയല്ല ഇവിടെ മുസ്ലിമായ ഒരു പെണ്ണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുർത്തദായി കഴിഞ്ഞാൽ അവളുടെ നിലനിൽപ്പ് തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവളുടെ നിക്കാഹും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. രണ്ടാമത് ആ പെണ്ണും പുരുഷനും 2 പേരും ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ പുതുതായി നിക്കാഹ് ചെയ്യേണ്ടതാണ്. നേരത്തെ അമുസ്ലിമായ സമയത്ത് നടത്തിയ നിക്കാഹ് പരിഗണിക്കപ്പെടുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അവളെ മുസ്ലിമായിരുന്ന ഒരു പെണ്ണ് അമുസ്ലിമായാൽ മുർത്തദ്ദാണ്. മുർത്തദ്ദിന്റെ നടപടിക്രമങ്ങൾക്കൊന്നും നിയമപരമായ പിൻബലമില്ല എന്നതാണ് അതിന്റെ കാരണം.
അപ്പൊ രണ്ടാമത് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം വേറെ നിക്കാഹ് ചെയ്യണം. അതേസമയത്ത് സ്വാഭാവികമായി പണ്ട് തന്നെ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ അവരുടെ നിയമം നമ്മൾ അവർക്ക് വേണ്ടി അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. മുർത്തദിന് അങ്ങനെയല്ല. മുസ്ലിം ആയതിനു ശേഷം ഇസ്ലാമിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ നിയമങ്ങൾക്ക് ഒന്നിനും തന്നെ നിലനിൽപ്പോ പ്രാബല്യമോ ഇസ്ലാം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആ നിക്കാഹ് സ്വീകാര്യമല്ല. ഇസ്ലാമിലേക്ക് തിരിച്ച് രണ്ടാളും കൂടി വന്നാൽ പുതുതായിട്ട് നിക്കാഹ് ചെയ്ത് വിവാഹം നടത്തേണ്ടത് നേരത്തേത് സ്വീകാര്യമല്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, എന്റെ ചോദ്യം എന്ന് വെച്ചാല്, നമ്മള് നാരിദ് സ്വലാത്ത് അതുപോലെ തന്നെ മറ്റു പല ദിക്റുകളൊക്കെ ചൊല്ലുമ്പോ ഇപ്പൊ ഇജാസത്തോടു കൂടി ചൊല്ലുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലത്തിനും ശ്രേഷ്ഠതയ്ക്കും മാറ്റം ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. അറിയാതെ ബൈക്കിൽ വന്നതായിരിക്കും എന്ന് വിചാരിക്കുക, മനഃപൂർവ്വമാവൂല. നാരിയത്തു സ്വലാത്ത് ദിക്റുകൾ പോലത്തതൊക്കെ എങ്ങനെ ചെല്ലിയാലും കൂലി കിട്ടും. പക്ഷേ അതിന് പ്രത്യേകം അനുവാദമുള്ള മഹാന്മാരായ ഉസ്താദന്മാരിൽ നിന്നുള്ള ഇജാസത്ത് അഥവാ സമ്മതപ്രകാരം ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രത്യേക ചില ഫലങ്ങൾ ഉണ്ടാവും. കൂലിട്ടാൻ എന്തായാലും കിട്ടും. സ്വലാത്ത്, ഏത് സ്വലാത്തിന്റെ വാചകങ്ങൾ ചൊല്ലിയാലും അതിന് അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് പരലോകത്തിലുള്ള കൂലിക്ക് വേണ്ടിയിട്ട് ഏത് സ്വലാത്ത് ചൊല്ലിയാലും പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ ദിക്റുകൾ ഹദീസിലോ മറ്റോ ഒക്കെ വന്ന ഏത് ദിക്റില്ലാലും കൂലി കിട്ടും. എന്നാൽ ഇത്തരം ദിക്റുകൾ സ്വലാത്തുകൾ പോലത്തത് പ്രത്യേകം ഇജാസത്തുള്ള മഹാന്മാരായ ഉസ്താദന്മാരിൽ നിന്ന്, ഷേഖന്മാരിൽ നിന്ന് അനുവാദത്തോടു കൂടി, അതിനാ ഇജാസ എന്ന് പറയാം, ആ അനുവാദത്തോടു കൂടി ചെല്ലുമ്പോൾ അതിന് അതിൻ്റെതായ ചില പ്രത്യേകതകളും മഹത്വങ്ങളും വർദ്ധിക്കും. അസ്സലാമു അലൈക്കും. സൗണ്ട് ക്ലിയർ ഉണ്ടോ? കേൾക്കാമോ? ഹലോ, ഓക്കെ. ഉസ്താദേ, എന്റെ ചോദ്യം എനിക്ക് തോന്നുന്നേ മുന്നേ ആരല്ലോ ചോദിച്ചു കാണും എന്ന് വിചാരിക്കരുതട്ടെ. പിന്നെ ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ജോലി സ്ഥാപനങ്ങളിൽ നല്ല രൂപത്തിൽ വരണം എന്നുള്ള നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ തലമുടി ഈ ബ്ലാക്ക് ഹന്ന ഉപയോഗിച്ചിട്ട് കറുപ്പിക്കുന്നതിന്റെ ഇസ്ലാമിക മാനദണ്ഡം എങ്ങനെയാണ്? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇതാണ് മൈലാഞ്ചി തന്നെയാണ്, പക്ഷെ ചോപ്പല്ല, കറുപ്പ് ഇട്ടിട്ട് പലരും വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതിനെന്തെങ്കിലും ഇസ്ലാമിക തടസ്സമുണ്ടോ? അതൊന്ന് അറിയിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. തലമുടിക്കും താടിക്കും കറുത്ത ചായം കൊടുക്കൽ ഹറാമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ്. അതിന്റെ കാരണം നിങ്ങൾ ഈ നരച്ച മുടി നിറം കൊടുത്തുകൊണ്ട് നിരയുടെ വർണ്ണം മാറ്റണം. വജ്തനിബു സവാദ്, കറുപ്പ് നിറം നിങ്ങൾ വെടിയുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതായി സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടത് കൊണ്ട് കറുപ്പ് നിറം അത് മൈലാഞ്ചിന്നോ ബാക്കിയുള്ള ആഞ്ചിന്നോ, ആഞ്ചി എന്താണ് നോക്കിയിട്ടല്ല, നിറം എന്താണ് എന്നാ. കറുപ്പ് നിറം കൊണ്ട് ചായം കൊടുക്കൽ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഹറാമാകുന്നു എന്നതാണ് ഷാഫി മദ്ഹബിലെ വിധി. അതിന്റെ തെളിവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചതാവുന്നു എന്ന്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു മക്കം ഫതഹിന്റെ സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ചു. മഹാനവർകളെയും കൂട്ടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നപ്പോൾ താടിയും മുടിയുമെല്ലാം നരച്ച് 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 തുമ്പ പോലെ ആയിരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ നരച്ച ശൈബത്തിന് നിങ്ങൾ ചായം കൊടുക്കുവീൻ, വജ്തനിബു സവാദ, കറുപ്പ് നിറത്തെ നിങ്ങൾ വെടിയുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് വളരെ പ്രസിദ്ധമായ സഹീഹായ ഹദീസ. അപ്പം നരച്ച മുടിക്ക് ചായം കൊടുക്കണം എന്നും കറുപ്പ് പാടില്ല എന്നും രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. അപ്പോ കറുപ്പ് ചായം കൊടുക്കൽ
ഹറാമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഒരു സംശയം നിസ്കാരത്തിൽപ്പെട്ടതാണ്. നമ്മുടെ 4 റക്അത്തുള്ള നിസ്കാരത്തില് പിന്നെ ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഓർക്കാതെ നബിയുടെ കുടുംബക്കാരുടെ മേൽ സ്വലാത്ത് അതുപോലെ ദുആയും ചെയ്തു പോയി. അങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ 3ാമത്തെ റക്അത്തിൽ ഓർക്കാതെ സൂറത്ത് ഓതി. ഇപ്പൊ ഇതിനു വേണ്ടി സഹ്വിന്റെ സുജൂദ് വല്ല ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് അറിയാൻ കൊള്ളാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഓർമ്മയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ദുആ ചെയ്യുകയും ചെയ്തു. എന്നാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. എന്നാൽ 3ാമത്തെ റക്അത്തിലോ 4ാമത്തെ റക്അത്തിലോ സൂറത്ത് ഓതിയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല. കാരണം സഹ്വിന്റെ സുജൂദ് സുന്നത്തുള്ള വകുപ്പിൽപ്പെട്ടതല്ല. തന്നെയല്ല 3ാമത്തെയും 4ാമത്തെയും റക്അത്തിൽ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട് എന്ന് വരെ അഭിപ്രായമുണ്ട് ഷാഫി മദ്ഹബിൽ തന്നെ. പക്ഷെ ബലപ്പെട്ട അഭിപ്രായം സുന്നത്തില്ല എന്നതാണെങ്കിൽ പോലും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഷാഫി മദ്ഹബിൽ തന്നെ വലിയ പ്രബലമല്ലെങ്കിൽ പോലും 3ാമത്തെ റക്അത്തിലും 4ാമത്തെ റക്അത്തിലും സൂറത്ത് ഓതൽ സുന്നത്തുണ്ടെന്ന് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് സുന്നത്തില്ലെങ്കിൽ പോലും സഹ്വിന്റെ സുജൂദ് ചെയ്യൽ ഏതായാലും സുന്നത്തില്ല. പക്ഷേ ആദ്യത്തെ തഹിയ്യാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ദുആ ചെയ്യുകയും ചെയ്താൽ അവിടെ സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട് എന്നതാണ് ഷാഫി മദ്ഹബ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ തയമ്മൂനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ സംശയമാണ്. തയമ്മൂൻ ചെയ്യുന്ന അവയവത്തിൽ തന്നെ അഥവാ കയ്യിൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ എങ്ങനെയാണ് തയമ്മം ചെയ്യേണ്ടത്? ബാൻഡേജിന്റെ മുകളിൽ തയമ്മം ചെയ്താൽ മതിയാവും? തയമ്മിന്റെ അവയവത്തിൽ തന്നെയാണ് പ്രശ്നമുള്ളത്. കൈ മുറിഞ്ഞ് കയ്യെ ബാൻഡേജ് ഇട്ടിരിക്കുകയാണ് എങ്കിൽ ആ കൈയിന്റെ മുകളിൽ തയമ്മം ചെയ്യുമ്പോൾ അവിടെ അതിന്റെ മുകളിൽ ചെയ്താൽ മതിയോ? അതല്ല എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതൊന്ന് കൂടി വിശദീകരിച്ചെന്നാൽ നന്നായിരുന്നു. അല്ലാഹു തആല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കയ്യുമ്മല് തയമ്മം ചെയ്യേണ്ട സാഹചര്യം വന്നു, മുറിവറ്റിയിട്ട് കെട്ടിയിരുന്നു, അവിടെ വെള്ളം നനക്കാൻ വയ്യ. എന്നാൽ നനക്കാൻ പറ്റുന്ന സ്ഥലം കഴുകും വേണം. ബാക്കിയുള്ളതിന് വേണ്ടി മുഖവും കയ്യും തയമ്മം ചെയ്യും വേണം. ഷാഫി മദ്ഹബിലെ ബലപ്പെട്ട അഭിപ്രായ പ്രകാരം അങ്ങനെയൊക്കെ ചെയ്താലും പിന്നെ സൂക്കേട് മാറിയതിന് ശേഷം അത്രയും നിസ്കാരം മടക്കി നിസ്കരിക്കണം എന്നാ. അതിന് കാരണം ഒരു പറയുന്നത് വുദൂ പൂർത്തിയായിട്ടില്ല, തയമ്മം പൂർത്തിയായിട്ടില്ല എന്നോ. എന്നാ നിസ്കരിക്കണം വേണം, എന്നാൽ പിന്നീട് മടക്കി നിസ്കരിക്കണം. കൈക്ക് ബാൻഡേജ് ആയതുകൊണ്ടേ കൈ തയമ്മം ചെയ്യേണ്ടതാണല്ലോ. 2 കൈ മുട്ടിനേക്ക് ബാൻഡേജ് ഇട്ട് അതല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ട് കൈ വെള്ളം നനക്കാനും വയ്യ, മണ്ണോട് തടകാനും പറ്റുന്നില്ല. എന്നാൽ എന്ത് ചെയ്യണം? കഴുകാൻ പറ്റുന്ന സ്ഥലം കഴുകും വേണം, ബാക്കിയുള്ളതിന് വേണ്ടി തയമ്മം ചെയ്യുകയും വേണം. എന്നിട്ട് സൂക്കേട് മാറിയതിന് ശേഷം അത്രയും നിസ്കാരം മടക്കി നിസ്കരിക്കുകയും വേണം എന്നതാണ് ഷാഫി മദ്ഹബിലെ ബലപ്പെട്ട അഭിപ്രായം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഒരാൾ PM ചെയ്ത് ചോദിച്ചതാണ്, പിന്നെ ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് മഅ്മൂം സലാം വീട്ടിയാൽ നിസ്കാരം ബാത്തിലാകുമോ എന്നൊരാൾ PM ചെയ്ത് ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും. മറന്നുകൊണ്ടാണ് ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് മറന്നുകൊണ്ടാണ് സലാം വീട്ടിയതെങ്കിൽ നിസ്കാരം ബാത്തിലാവില്ല. പക്ഷേ ഇമാം സലാം വീട്ടിയതിന് ശേഷം രണ്ടാമത് വീണ്ടും സലാം വീട്ടണം. മനഃപൂർവമാണെങ്കിൽ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന നിയ്യത്തുകൊണ്ട് മുഫാറക്കത്ത് ചെയ്തതിന് ശേഷമാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ആണെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അല്ല മനസ്സിലാക്കുക. എങ്ങനെ? ഓർമ്മയില്ലാതെ അത്തഹിയ്യാത്ത് ഓതിക്കഴിഞ്ഞ് പെട്ടെന്ന് ഓർമ്മയില്ലാതെയാണ് സലാം വീട്ടിൽ പോയി. സലാം വീട്ടിൽ കഴിഞ്ഞതിന് ശേഷമാണ് ജമാഅത്തായിട്ടാണല്ലോ നിസ്കരിക്കുന്നത്, ഇമാമ് സലാം വീട്ടിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. എന്നാൽ പ്രശ്നാക്കണ്ട, ഇമാമ് സലാം വീട്ടുന്നത് വരെ നിസ്കാരത്തിൽ തന്നെ തുടരുകയും ഇമാം സലാം വീട്ടിയതിന് ശേഷം രണ്ടാമത് സലാം വീട്ടുകയും ചെയ്യുക. അപ്പൊ ആദ്യം ചെയ്തത് മനഃപൂർവ്വം ചെയ്ത ബാത്തിലാവുന്ന കാര്യം മറന്നു ചെയ്തതാണ്. പക്ഷെ ഇമാമ് ചുമക്കും, സൂവന്റെ സുജൂദൊന്നും ചെയ്യണ്ട. അതിപ്പോ മറന്ന് സംഭവിച്ചതാണെങ്കിലാണ്. ഇനി അങ്ങനെയല്ല, മനഃപൂർവ്വം തന്നെ ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് സലാം വീട്ടുകയാണെങ്കിൽ എന്ത് വേണം? ഇമാമിനോട്
വിട്ടുപിരിയുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക, അഥവാ മുഫാറഖത്തിന്റെ നിയ്യത്ത്, ജമാഅത്തിനെ വിട്ടുപിരിഞ്ഞ് ഒറ്റക്ക് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക, എന്നിട്ട് സലാം വീട്ടുക, എന്നാ കുഴപ്പമില്ല. അത് രണ്ടും ഇല്ല. അതായത് മറന്ന് സലാം വീട്ടിയതല്ലാണ്, ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്ന നിയ്യത്തൊട്ട് ചെയ്തിട്ടുമില്ല. ആ നിലക്ക് ഇമാമ സലാം വീട്ടുന്നതിന് മുമ്പ് ഓമും സലാം വീട്ടിയാൽ നിസ്കാരം ബാത്തിലാകും. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ചെറിയ ചോദ്യമാണ് ഉസ്താദ്. ഉസ്താദ്, നമ്മൾ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് തിന്നാൻ വേണ്ടി എന്തെങ്കിലും സാധനം കൊടുത്തതിന് നമ്മൾ തിന്നാൻ റൂമിൽ കാര്യങ്ങൾ കൊടുത്താൽ അത് കുറ്റമുണ്ട് ഉസ്താദ്? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അത് കമ്പനി നിങ്ങൾക്ക് തരുന്നതിന്റെ അവസ്ഥ പോലെ ഇരിക്കും, ഒറ്റടിക്ക് പറയാൻ കഴിയില്ല. അതായത് അത് നിങ്ങൾക്ക് കമ്പനിന്റെ വക ഹദിയായിട്ട് കിട്ടിയതാണ് ചെയ്യുകയോ രണ്ടും ചെയ്യാം. അങ്ങനെയല്ല, നിങ്ങളുടെ ഭക്ഷണാവശ്യത്തിന് എന്ന നിലക്ക് മാത്രമേ തിന്നിട്ടുള്ളൂങ്കിൽ അത് നിങ്ങൾ തന്നെ ഉപയോഗിച്ചോളണം, മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സൽക്കാരം എന്നാ. ഹദിയ വേറെയാണ്, സൽക്കാരം വേറെയാണ്. സൽക്കാരം എന്ന് പറഞ്ഞ ഇബാഹത്താണെന്നാണ് അതിന്റെ നിയമം പറയാം. ഇബാഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം, അതിന്റെ അപ്പുറം ചെയ്യാൻ പാടില്ല ഇബാഹത്തിന്റെ അവിടെ. അതാണ് വിരുന്നുകാരന്റെ വിധി. അവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് കിട്ടിയ സദ്യയിൽ നിന്നിട്ട് ഉപയോഗപ്പെടുത്ത അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ അവകാശമില്ല. എന്നാൽ ഹദിയാണെങ്കിൽ അങ്ങനെയല്ല. ഹദിയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തമായി ഉപയോഗിക്കുകയോ പുറത്തേക്ക് ആർക്കെങ്കിലും കൊടുക്കുകയോ വിൽക്കുകയോ വരെ ചെയ്യാവുന്നതാണ് ഹദിയാണെങ്കിൽ. അത് നിങ്ങൾക്ക് ഉടമയാക്കി തരുന്നതാണ്. അതിന് പറയാം തംലീക്ക് എന്നാ. അപ്പൊ കമ്പനി നിങ്ങൾക്ക് തരുന്നത് എങ്ങനെ നിങ്ങൾക്കറിയല്ലോ. അത് നിങ്ങൾക്ക് തംലീക്കായിട്ടാണോ തന്നത്, അതായത് ഉടമയാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിട്ടു തന്നതാണോ, അതല്ല നിങ്ങൾക്കൊരു സദ്യ എന്ന നിലക്ക് തന്നതാണോ എന്ന് നോക്കുക. സദ്യ എന്ന നിലക്ക് തന്നതാണെങ്കിൽ ഭക്ഷിക്കാനേ പാടുള്ളൂ, മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല. അല്ല നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നതാണെങ്കിലോ നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ചെയ്യുകയും ചെയ്യാം. അത് ഏത് നിലക്കാണെന്നുള്ളത് നിങ്ങൾക്കും കമ്പനിക്കും അറിയുള്ളൂ, എനിക്കറിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ക്ഷമിക്കണം, ഒരു PM ഒരാൾ ചെയ്തതാ. പിന്നെ എന്താ പറയുക, മറ്റു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന പെൺകുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ എന്ന് ഒരാൾ ചോദിക്കുകയാണ്. അസ്സലാമു അലൈക്കും. മറ്റ് മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന പെൺകുട്ടികള് അവര് നിക്കായേക്കും, അവര് നേരത്തെ വിവാഹിതകളാണോ, ആ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണോ വന്നത് എന്ന് നോക്കണം. എങ്കിൽ ഇദ്ദ കഴിഞ്ഞതിന് ശേഷമേ അത്തരം പെൺകുട്ടികളെ നിക്കായിക്കാൻ പാടുള്ളൂ. അവരുടെ മതത്തിൽ വിവാഹം ചെയ്യാത്ത ഒരു പെൺകുട്ടി ഇസ്ലാമിലേക്ക് വന്നാൽ പ്രശ്നമൊന്നുമില്ല, ഒരു ഖാദി ആണ് നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം അവളുടെ വാപ്പയോ ആങ്ങളമാരോ ഇസ്തി താമസിക്കുന്നത് എങ്കിൽ ആ മഹല്ലത്തിലെ ഖാദിയാണ് ആ കുട്ടിയെ നിക്കാഹ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മതത്തിൽ വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയാണോ അല്ലേ. അവരുടെ മതത്തിൽ വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ അവൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഇദ്ദ കഴിഞ്ഞതിന് ശേഷമേ നിക്കാഹ് ചെയ്യാൻ പാടുള്ളൂ. അല്ല, മുമ്പ് നിക്കാഹ് കഴിയാത്ത പെൺകുട്ടിയാണ് ഇസ്ലാമിലേക്ക് വന്നതെങ്കിൽ അവളെ മഹല്ല് ഖാദിയാണ് നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഉസ്താദ് കുറച്ച് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒന്നാം താലിലാണിന് മുമ്പ് ഇഹ്റാമില് സുഗന്ധദ്രവ്യം വെച്ചാൽ ബാം ഉപയോഗിച്ചാല് അതിനൊറ്റത് മതിയോ എന്നുള്ളത് ചോദിച്ചിരുന്നു. ഉസ്താദ് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിരുന്നു. ബുദ്ധിമുട്ടില്ലാണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ചോദിക്കാം ഉസ്താദ്, അതിന്റെ എന്തെങ്കിലും പറഞ്ഞാലോ. ദേവസ്യത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും. നിങ്ങൾക്ക് ഏത് പരലോകത്തുനിന്നാ വരുന്നത്? അല്ലാഹു റസൂലും ആയാലും നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ സർവീസ് ഒന്നുമല്ല. നിങ്ങളെ പോലത്തെ ഒരു സാധാരണ രണ്ട് കാലുമൽ നടക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനും. എനിക്ക് എന്തൊക്കെ ഷോലുകൾ ഉണ്ട് ഞങ്ങൾ കരുതിയത്. അതിന്റെ ഇടക്ക് ഒഴിവ് പോലെ ഒരു മണിക്കൂർ എന്തെങ്കിലും ആർക്കെങ്കിലും വിവരമില്ലാത്ത സാധുക്കൾക്ക്, ഇന്ന പോലത്തെ സാധുക്കൾക്ക് ആർക്കെങ്കിലും രണ്ടാൾക്ക് ഉപകാരം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള നിലക്കാണ് എന്തെങ്കിലും പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും 6 മാസം മുമ്പ് വന്നിട്ട് എന്തോ ഒരു ചോദ്യം ചോദിച്ചു പോയി, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അങ്ങനെ മുമ്പ് ഒരു ചോദ്യം ചോദിച്ചതിനെ നോക്കി കിട്ടി. നിങ്ങളെ അടുത്ത് ഏതെങ്കിലും മോജാമാരുണ്ടെങ്കിൽ ഓലോട് ചോദിച്ചോളി, കിതാബ് നോക്കി അതിനെന്താന്ന് വെച്ചാൽ ഒരു പറയുന്ന പൈസയും കൊടുത്തിട്ട് ആ കാര്യം പഠിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്താൽ എനിക്ക് പറയാൻ കഴിയൂല. മനസ്സിലായി? ഒരു മനുഷ്യന്മാർക്ക് ഒരു സൂചി കടക്കാൻ സ്ഥലം കിട്ടിയ അയിക്കൂടെ ആനനെ കയറ്റുന്ന പരിപാടിയാ. അസ്സലാമു അലൈക്കും. ഉസ്താദെ,
അപ്പം പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഈ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജമാഅത്തിന്റെ ഇമാമ് കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ റക്കാത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം പലരും ഇവിടെ ഒരു റക്കാത്ത് പൂർത്തിയാക്കിയിട്ട് സലാം വീട്ടുന്നുണ്ട്. അപ്പോ അങ്ങനെ സലാം വീട്ടുന്നതിനെ കുറിച്ചിട്ട് ചോദിച്ചപ്പോ അവർ പറഞ്ഞിരിക്കുന്നത് ഇമാമിന്റെ കൂടെ ഒരുമിച്ച് സലാം തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക എന്നുള്ള ഒരു സുന്നത്ത് കിട്ടണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഷാഫി മദ്ഹബിൽ അങ്ങനെ തഹിയ്യാത്തുൽ വന്നിട്ട് ചെന്ന് തുടരുമ്പോ ഈ അവിടെ ഇരുന്നിട്ട് ആദ്യത്തെ തഹിയ്യാത്ത് ഓതന്റെ കാര്യങ്ങള് പൂർത്തിയാക്കി തന്നെ ഇത്തിദാദിലേക്ക് വരാൻ പറ്റൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ഒന്നിങ്ങോട്ട് പൊങ്ങിയാലും മതിയോ? അത് ആ ഒരു സംശയം കൂടി തീർത്തേണ്. അസ്സലാമു അലൈക്കും. ഓരോന്ന് ചോദിക്കി എല്ലാം കൂടി പറയാനേ ബുദ്ധിമുട്ട. ജമാഅത്തിന് ബാങ്ക് കൊടുക്കുന്നത് കേട്ടപ്പോൾ സുന്നത്തുസ്കരിക്കാൻ തക്ബീർ കെട്ടിയ വ്യക്തി ഒരു റക്അത്ത് പൂർത്തിയാക്കിയ ഉടനെ സലാം വീട്ടുന്നു. അങ്ങനെ ചെയ്യാം എന്ന് തന്നെയല്ല, ഒരു റക്അത്ത് പൂർത്തിയാക്കി സലാം വീട്ടിയാൽ നല്ലതാണ്. ഇനി അതുമല്ല, ജമാഅത്ത് തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കണ്ടാൽ ഒരു റക്അത്ത് പൂർത്തിയാക്കാൻ പോലും സൗകര്യം കിട്ടുന്നില്ലെങ്കിൽ നിസ്കാരം മുറിക്കൽ വരെ ജായിസാണ്. എന്നാൽ ഒരു റക്അത്ത് പൂർത്തിയാക്കി സലാം വീട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ പറഞ്ഞ് രണ്ടെണ്ണായാലേ ഒന്നുക്ക് ചിന്തിക്കുമ്പോൾ മറ്റേ ഓർമ്മ ഉണ്ടാവില്ല. ക്ഷമിക്കണം, ലൈന് തെറ്റിയിരിക്ക്. ഒരു കൂടി ചോദ്യം കൂടി ഉസ്താദ്. ഈ നമ്മൾ എവിടെയും കമ്പനി ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വെച്ചിട്ട് സ്ഥാപനങ്ങളുടെ എന്തെങ്കിലും പരിപാടിന്റെ നോട്ടീസോ അല്ല വേറെ എന്തെങ്കിലും സ്ഥാപനന്റെ അതിന്റെ ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ ഫോട്ടോകോപ്പി അടിച്ചു കൊടുക്കുന്നതിക്ക് വിരോധമുണ്ടോ ഉസ്താദ്? അസ്സലാമു അലൈക്കും. അപ്പൊ ചോദിച്ച നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്നെക്കാളും, പിന്നെ വെറുതെ ചോദിച്ചതല്ലേ. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആള് ആ ജോലി ചെയ്യല്ലാതെ വേറൊരു കാര്യം അവിടത്തെ ഫോട്ടോകോപ്പി മെഷീനോ അതിന്റെ ടൂണറോ പേപ്പറോ ഒക്കെ മറ്റൊരാവശ്യത്തിനു വേണ്ടി കോപ്പി എടുത്തു കൊടുക്കുകയോ കോപ്പി എടുക്കാൻ സഹായിക്കുകയോ ചെയ്യുന്നതൊക്കെ ഹറാമാണ്. അതൊരു നല്ല കാര്യത്തിനാണെന്ന് അറിഞ്ഞാലും ഹറാമാണ്. അല്ലെങ്കിൽ പിന്നെന്ത് വേണം? ഈ കമ്പനിയുടെ അനുവാദത്തോടും അറിവോടും കൂടിയായിരിക്കണം, എന്നാ കുഴപ്പമില്ല. അല്ലെങ്കിൽ മുൻകൂട്ടി അനുവാദം വാങ്ങിയിരിക്കണം. ഇങ്ങനെയുള്ള ഹൈറായ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ ഇവിടത്തെ വസ്തു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ നോട്ടീസുകളോ മറ്റോ കോപ്പി എടുക്കാറുണ്ട് എന്ന് പറയുകയും അതിന്റെ മസ്ഊലിയങ്ങൾ അങ്ങനെ ചെയ്തു കൊള്ളാൻ അനുവാദം തരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ തർക്കമില്ല. അതില്ലെങ്കിൽ ഹൈറാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം ചെയ്യുന്ന കാര്യങ്ങൾക്ക് അടുത്ത ഹറാമും കുറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാവുന്നതും ഹക്കൻ വീട്ടാൻ കടപ്പെടുന്നവരും ആവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകളൊക്കെ ഉണ്ടങ്ങനെ നോട്ടീസ് അടിക്കുന്നത് മാത്രമല്ല, കമ്പനിയുടെ ടെലിഫോൺ ഉപയോഗിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്നവരും ദീനീ ദഅവത്തിന് ഉപയോഗിക്കുന്നവരും ഒക്കെയുണ്ട്. നല്ല കാര്യമല്ലേ എന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. നല്ല കാര്യം ചെയ്യേണ്ടത് നല്ല നിലക്കുമാണ്. കാര്യം മാത്രം നന്നായാൽ പോരാ, അതിനുപയോഗിക്കുന്ന മാർഗവും നന്നായിരിക്കണം. നമ്മുടെ സ്വന്തമല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്ന കമ്പനിയുടേതോ മുതലാളിയുടേതോ ആണെങ്കിൽ അയാളുടെ അറിവും അനുവാദവും ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അള്ളാന്റെ അടുക്കൽ ആരാന്റെ ഹക്ക് അനധികൃതമായി ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ കുറ്റക്കാരാവും. നല്ലൊരു കാര്യത്തിനല്ലേ എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇസ്ലാമിൽ ഒരു തത്വമുണ്ട്, കമ്മ്യൂണിസം പോലെ അല്ല. ലക്ഷ്യം നന്നായാൽ മാത്രം പോരാ, മാർഗവും നന്നാവണം എന്ന. ലക്ഷ്യം നന്നാണ്, അതോടുകൂടി മാർഗവും നന്നാവണം. ഉദാഹരണം, ഒരു ദീനീ ദഅവത്ത് നടത്താനാ ഒരു നല്ല ഉസ്താദിന്റെ ഒരു വാളുണ്ട്, അതിന്റെ നോട്ടീസ് അടിക്കുകയാണ്. അതിപ്പോ 10 ആള് ആ നോട്ടീസ് അടിച്ചു കൊടുത്താൽ ആ വിവരം അറിയും. അതുകൊണ്ട് ആ വാളിന് ധാരാളം ആളുകൾ കൂടും. അതൊരു നല്ല ഹൈറായ കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി കമ്പനിയുടെ പേപ്പറോ കോപ്പി മെഷീനോ അതിന്റെ ടൂണറോ ഒന്നും ഉപയോഗിക്കാൻ പറ്റൂല. അതൊക്കെ കടുത്ത ഹറാമാണ്. അതിന് പ്രത്യേകം അനുവാദം വേണം.
അപ്പൊ നല്ല കാര്യം ചെയ്യുമ്പോൾ അത് നല്ല വഴിയിലും കൂടി ആയിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, എന്റെ കുടുംബത്തില് ഇപ്പാന്റെ അനിയൻ അപ്പൊ 2 പെണ്ണ് കെട്ടിയിട്ടുണ്ട്. ആദ്യത്തെ പെണ്ണിന് ക്യാൻസർ ആയിട്ടാണ്, അവര് വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടാണ് രണ്ടാമത് കെട്ടിയത്. സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഉസ്താദിന്റെ ക്ലാസ്സിൽ തന്നെ കേട്ടിട്ടുണ്ട് 2 ഭാര്യയോടും നീതി ആയിരിക്കണം. അത് എന്താണ്, ഒരു ദിവസം അവിടെ കിടക്കുകയാണെങ്കിൽ 2ാമത്തെ ദിവസം മറ്റേ ഭാര്യന്റെ അടുത്ത് കിടക്കണമെന്ന്. ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇപ്പൊ ആദ്യത്തെ ഭാര്യ ക്യാൻസർ ആയതുകൊണ്ട് തന്നെ കുഞ്ഞാമാന്റെ വീട്ടിലാണ്. അപ്പൊ ആ നിലക്ക് ഇടക്കിപ്പോ വന്ന് ആപ്പ് ഗൾഫിലാണ്, നാട്ടിൽ വന്നാൽ തന്നെ ചിലപ്പോ ആഴ്ചയില് 1 വട്ടം 2 വട്ടമൊക്കെ പോണത് ഞാൻ കണ്ടിട്ടുള്ളൂ, എന്റെ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ വേറെ വീട്ടിലാണ്. അപ്പൊ അതിന്റെ യഥാർത്ഥ വിധി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ദിവസം വീതിക്കുന്ന വിഷയത്തിൽ രോഗി അല്ലാത്തവർ എന്നതിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ അവരോട് പ്രത്യേകം പറയുകയും അവർ വാക്കാൽ സമ്മതിക്കുകയും ചെയ്യുകയാണെങ്കിൽ തർക്കമില്ല. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊള്ളണം എന്നില്ല. താമസത്തിൽ തുല്യത പാലിക്കൽ നിർബന്ധം തന്നെ. ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ട്, ഒരു ഭാര്യ രോഗിയാണ്, ഒരു ഭാര്യയ്ക്ക് രോഗമൊന്നുമില്ല. എന്നാലും രോഗി അല്ലാത്ത ഭാര്യയുടെ കൂടെ എത്ര ദിവസം താമസിക്കുന്നോ അത്രയും ദിവസം രോഗിയായ ഭാര്യയുടെ കൂടെയും താമസിക്കണം. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ അത് ഓരോരുത്തന്റെ സ്വന്തം താല്പര്യം പോലെയാണ്, അത് നിർബന്ധം പറയാൻ പറ്റൂല. എന്നാൽ താമസത്തിൽ തുല്യത പാലിക്കണം. ഇനി അതിന് വ്യത്യാസം വരുത്തണമെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടിയായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഭാര്യയുടെ ഹക്ക്, അവകാശമാണ്. ആ അവകാശം അവർക്ക് വിട്ടുകൊടുക്കാം. സുഖമില്ലാത്തതുകൊണ്ട് മറ്റോളം അവിടെ നിൽക്കുന്നത് പോലെ ദിവസം കണക്കാക്കി നിൽക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് പൊരുത്തപ്പെടുമെന്ന് ചോദിച്ച് ആയിക്കോട്ടെ പൊരുത്തപ്പെട്ടു എന്ന് അവള് വാക്കാൽ പറയുകയാണെങ്കിൽ തർക്കമില്ല. അല്ലെങ്കിൽ അവളുടെ അടുക്കൽ കുറ്റക്കാരാവും. 2 ആൾ അവിടെയും തുല്യമായി താമസിക്കൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും. ആരും എടുത്തതായി കണ്ടില്ല, അതിനോട് അടുത്താണ്. ഒരു ചിലപ്പോ ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അതിനെ കുറിച്ചാണ് ചോദിക്കുക. അപ്പൊ ഒരു ആളെ കൂടെ നിസ്കരിച്ച് അങ്ങനെ തുടർന്ന് സുജൂദിലെത്തിയ സമയത്ത് അയാള് കാലിന്റെ വിരലിന്റെ പള്ളകള് സൗണ്ട് ഇല്ലാത്തീരെ ഞാൻ പിന്നെ ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ ചോദിച്ച ആള് ശബ്ദ വ്യത്യാസമൊക്കെ കേൾക്കായിരുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ്. പിന്നെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ അയാളെ പറഞ്ഞ് ഓക്കെ. ഉസ്താദ്, എനിക്ക് അറിയാനുള്ളത് ഒന്ന് മുൻകൂട്ടി പറയുകയാണ്. ക്ലാസ്സിൽ പങ്കെടുക്കാൻ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞിരുന്നില്ല, ഇപ്പൊ ഓടി വരുന്നതാണ്. അപ്പൊ ചോദ്യോത്തരന്റെ ടൈമാണ് കടയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, അഥവാ പിന്നെ ഗർഭിണിയായ സ്ത്രീയുടെ ഇദ്ദ, ഒരുപക്ഷെ അവളുടെ ഭർത്താവ് മരണപ്പെടുക, അതല്ലെങ്കിൽ പിന്നെ തൊലാഖ് ചെല്ലപ്പെടുകയാണെങ്കിൽ അവൾ പ്രസവിക്കുന്നതോട് കൂടിയാണ് തീർന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുവരെ ഒരുപക്ഷെ 1-ാം മാസത്തിൽ തന്നെ ഭർത്താവ് മരണപ്പെടുകയോ അല്ലെങ്കിൽ തൊലാഖ് ചെല്ലപ്പെടുകയോ ചെയ്താൽ പ്രസവിക്കുന്നത് വരെ അവൾ ഇത് ഇരിക്കണം. അത്രയും കാലം, എത്ര കാലം നീണ്ടുപോവുകയാണെങ്കിലും അതുവരെ അതിന് വല്ല ഇളവുമുണ്ടോ? അത് സാർ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ഞാനത് ക്ലാസ്സിലില്ലാത്തതുകൊണ്ട് കേട്ടിട്ടില്ല. ഒന്ന് പറഞ്ഞു തന്നാലുള്ള ഉപകാരമായിരുന്നു. അവർക്ക് തീർച്ച. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗർഭമുള്ള സ്ത്രീയുടെ ഇദ്ദ പ്രസവിക്കുന്നത് വരെയാണ്. അത് ദർസിൽ തന്നെ വ്യക്തമായി പറഞ്ഞതാണ്. നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, സാരമില്ല. അത് 4 കൊല്ലം വരെ പരമാവധി ഗർഭം നിലക്കാം. അങ്ങനെ നിലനിന്നാൽ അത്രയും കാലം വിദ്യയായിട്ട് തന്നെ ഇരിക്കണം. അതിലൊരു അളവുമില്ല, ഒരു മതഹബുമില്ല. ഖുർആൻ വളരെ വ്യക്തമായി 1-ലധികം പ്രാവശ്യം പറഞ്ഞാൽ പോലും ചെല്ലപ്പെടാട്ടെ, ഭർത്താവ് മരിക്കട്ടെ, എന്തായാലും പ്രസവിക്കലാണ് അതിന്റെ ഇത്. ചിലപ്പം എളുപ്പമാവും, ചിലപ്പം താമസമാവും. എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞതിന്റെ അടുത്ത സെക്കൻഡിൽ തന്നെ ഭർത്താവ് മരിച്ച അടുത്ത സെക്കൻഡിൽ പ്രസവിച്ചാൽ അവളുടെ ഇദ്ദ കഴിഞ്ഞു. അല്ലെങ്കിൽ തൊലാഖ് ചൊല്ലി അടുത്ത സെക്കൻഡിൽ പ്രസവിച്ചാൽ ഇദ്ദ കഴിഞ്ഞു. ഇനി തൊലാഖ് ചൊല്ലിയിട്ട് 4 കൊല്ലം വരെ നീണ്ടു നിന്നിട്ട് പിന്നെയാണ് പ്രസവിച്ചത്, എന്നാൽ അപ്പോഴേ ഇദ്ദ കഴിയുള്ളൂ. അതാണ് ചുരുങ്ങിയത് 6 മാസം എന്ന് പറഞ്ഞിട്ട് അധികരിച്ചാൽ 4 കൊല്ലം വരെ ഗർഭകാലം നീളാം എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ തൊലാഖ് ചൊല്ലപ്പെടുകയോ ഭർത്താവ് മരിക്കുകയോ ചെയ്ത സ്ത്രീക്ക് ഗർഭിണിയായിരുന്നു എങ്കിൽ എത്ര കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം വരെ കാത്തു നിന്നിട്ട് അതിന്റെ ഇടയ്ക്ക് എപ്പോഴാ പ്രസവിക്കുന്ന വെച്ചാൽ പ്രസവിച്ചെങ്കിൽ തന്നെ ഇദ്ദ കഴിയുള്ളൂ. അതൊരു ഭാഗം മാത്രം. മറ്റേ ഭാഗമുണ്ടേ, മരിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ പ്രസവിച്ചു, അല്ലെങ്കിൽ തൊലാഖ് ചൊല്ലി അടുത്ത സെക്കൻഡിൽ പ്രസവിച്ചാൽ അപ്പോഴും ഇദ്ദ കഴിയും. ഓക്കെ, അത് ഖുർആൻ നസ്സായി പറഞ്ഞതാണ്, അതിൽ മറ്റൊരു വഴിയുമില്ല.
ഒരു ഇമാമിന്റെ കൂടെ നിസ്കരിച്ച് സുജൂദിലെത്തിയപ്പോ ഇമാമ് വിരലിന്റെ പള്ളകൾ വെക്കുന്നതിന് പകരം നഖത്തിന്റെ ഭാഗം വെച്ച് നിസ്കരിക്കുന്നതായിട്ട് കണ്ടാല് ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നേരത്തെ ചോദിച്ചതാ, ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്താ. അസ്സലാമു അലൈക്കും. ഷാഫി മദ്ഹബിലെ മുഅ്തമദ് അനുസരിച്ച് ആ സുജൂദ് സഹീഹല്ല. എന്നാൽ ഷാഫി മദ്ഹബിലെ തന്നെ റാഫി ഇമാമിന്റെ കൗലനുസരിച്ച് നെറ്റി മക്കൽ മാത്രമേ വുജൂബുള്ളൂ, ബാക്കിയൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ബാക്കി 3 മദ്ഹബിലും അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മറ്റൊരു മദ്ഹബുകാരനെ പറ്റിയിട്ട് ഒരിക്കലും അത് ബാത്തിലാണെന്ന് ഫത്വ ചെയ്യാൻ നമ്മൾക്ക് നിവൃത്തിയില്ല. എങ്കിലും അത് ഉറപ്പ് ബോധ്യപ്പെട്ടാൽ അയാളോട്ട് വിട്ടുപിരിയലാണ് നല്ലത് ഷാഫി മദ്ഹബ്. കാരണം നബി ഇമാമ് പറയുന്നത് 7 അവയവം നിലത്ത് വെക്കൽ വുജൂബാണ്, അതിൽ കാലിന്റെ വിരലുകളുടെ പള്ള വെക്കണം എന്നത് വുജൂബാണെന്നാണ് നബി ഇമാമിന്റെ കൗല്. അതനുസരിച്ച് ഇയാളുടെ നിസ്കാരം സഹിയല്ലെന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ വെച്ചിട്ട് ഇമാമിയുമായിട്ട് വിട്ടുപിരിയലാണ് സൂക്ഷ്മത. എന്നാൽ റാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ നെറ്റിയക്കലെ വുജൂബുള്ളൂ, ബാക്കിയൊന്നും വുജൂബില്ല. ഇനി ഹനഫി മദ്ഹബിലായാലും മാലിക്കി മദ്ഹബിലായാലും ഹംബലി മദ്ഹബിലായാലും അത്രയേ ഉള്ളൂ, നെറ്റിയൊക്കെ വുജൂബുള്ളൂ, ബാക്കിയൊക്കെ സുന്നത്താ. പിന്നെ എന്റെ ചോദ്യം, ഞാനിപ്പോ ഒരു പള്ളിയിൽ ദുഹൂറിന്റെ ടൈമിൽ പോയാൽ ദുഹൂറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുമ്പോൾ തഹിയ്യത്ത് തന്നെ ഒന്നിട്ട് പോയി രണ്ടും നിയ്യത്ത് ചെയ്താൽ 2 നിസ്കാരം ലഭിക്കില്ലേ? അപ്പൊ അങ്ങനെ ലഭിക്കുന്ന സമയത്ത് ഞാൻ തഹിയ്യത്തിന് പകരം ദുഹ കരുതിപ്പോയാൽ പക്ഷെ എനിക്ക് ഓർമ്മ വന്നു, ആ സമയത്ത് എനിക്ക് ഇപ്പൊ ദുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് മാത്രം കരുതി പിന്നെ നിസ്കരിക്കാൻ പാടുണ്ടോ, കണ്ടിന്യൂ ചെയ്യാൻ പാടുണ്ടോ? രണ്ടാമത്തത്, ഇപ്പൊ നിസ്കാരത്തില് നമുക്കൊരു സൂറത്ത് ഓതിയാല് ഇപ്പൊ ബലാവാന അതുപോലത്തെ ദിക്ർ ചൊല്ലുമ്പോ എന്താണ് കരുതേണ്ടത്? അസ്സലാമു അലൈക്കും. നേരം വൈകിയ സമയത്താണ് ഈ സക്കരിയാന്റെ ആൾക്കാരാണ്, പക്ഷേ അതിവിടെ അല്ല, അത് വേറെ റൂമിലാണ്. ഇവിടൊക്കെ മനുഷ്യന്മാരേ ഉള്ളൂ. ജിന്നുകൾക്കൊക്കെ അതിനായിട്ട് പ്രത്യേക അല്ലാഹു തആല തുടങ്ങിയ ബൈലക്സിലെ റൂമാണ് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം. അവിടെ പോവുക. ഇവിടെ മലായികത്തും ജിന്നൊന്നുമില്ല, ഇവിടെ ഇൻസക്ക് മാത്രമുള്ള ചോദ്യമേ ഉള്ളൂ. കുറച്ചോനെ ക്ലാസ് റൂം മേപ്പെട്ട് നോക്കാതെ ചോദിച്ചേക്കാരെ ജിന്നുകൾ അവിടെയൊക്കെ വരും, നമ്മളവിടെ വരാൻ പറ്റൂല. അതുപോലെ മേലെ ബാനർ നോക്കാതെ വന്നിട്ടാണ് ഇവിടെ ജിന്നുകളെ റൂമാണെന്നുള്ള ആൾക്ക് ചോദിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു ഇൻസ് നേരത്തെ ചോദിച്ചിരുന്നല്ലോ, കുറെ ചോദ്യങ്ങൾ, അവ്യക്തമായ വാക്കുകൾ, മൈക്കിൽ എന്തോ ഒരു ഒച്ച, ഒരു മൂക്കിന്ന് വരുന്ന ഒച്ചയായിട്ടാ കേൾക്കുന്നത്. ശരിക്കും വ്യക്തമായിട്ട് കേൾക്കുന്നതായിരുന്നില്ല. ചോദ്യം അങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട്, പക്ഷേ വ്യക്തത തീരെ ഉണ്ടായിരുന്നില്ല. അതന്നെ ഒന്നിലധികം കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചതും. അങ്ങനെ ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ കഴിയുമോ? എന്നാല് മറ്റേ അവ്യക്തമായ ഒന്നിലധികം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഉസ്താദേ, എന്റെ സംശയം, ഈ ഇപ്പോഴത്തെ പള്ളികളിലൊക്കെ മറ്റേ 1:30 ആകുമ്പോഴേക്കും പള്ളി അടച്ചുപൂട്ടും, അതിനുശേഷം ഒളു കൊടുക്കാനുള്ള വെള്ളം കിട്ടാറില്ല. അപ്പൊ ഈ കൂളറിലെ വെള്ളം എടുത്തിട്ട് ഒളു കൊടുക്കുന്നത് ഹറാമാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ തേമം ചെയ്യലാണോ നല്ലത്, അതോ ഈ കൂളറിലെ വെള്ളം എടുത്ത് ഉപയോഗിക്കലാണോ നല്ലത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അസ്സലാമു അലൈക്കും. കൂളറിലെ വെള്ളമെടുത്ത് ഉളു ചെയ്യൽ എന്തായാലും ഹറാമാ. വേറെ വെള്ളമൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത സാഹചര്യമാണെങ്കിൽ തേമം ചെയ്ത് നിസ്കരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ വേറെ മാർഗത്തിൽ വെള്ളം സംഘടിപ്പിച്ച് ഉളു ചെയ്യേണ്ടതാണ്. ഏതായാലും കുടിക്കാൻ വെച്ച കൂളറിലെ വെള്ളം കൊണ്ട് ഉളു ചെയ്യൽ ഹറാമാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ നിസ്കാരം ചെയ്യാവും, പക്ഷെ ഹറാമിന്റെ കുറ്റമായിട്ട് തന്നെ ഉണ്ടാവും. കാരണം കുടിക്കാൻ വെച്ച വെള്ളത്തിൽ നിന്നിട്ട് ഉളു ചെയ്യാൻ പാടില്ല, അത് ഹറാമാവുന്നു. വേറെ വെള്ളം കിട്ടാനില്ല, കാശ് കൊടുത്തിട്ടെങ്കിലും കിട്ടും, കാശും കയ്യിലുണ്ടെങ്കിൽ വെള്ളം വാങ്ങിയിട്ടെങ്കിലും ഉളു ചെയ്ത് നിസ്കരിക്കൽ വുജൂബാണ്. വാങ്ങാൻ കാശില്ല, അല്ലെങ്കിൽ അടുത്തൊന്നും വെള്ളം വാങ്ങാൻ കിട്ടാനില്ല എങ്കിൽ തേമം ചെയ്ത് നിസ്കരിക്കുക. ഏതായാലും കുടിക്കാൻ വെച്ച വെള്ളത്തിൽ നിന്നിട്ട് ഉളു ചെയ്യൽ ഹറാമാണ്. അസ്സലാമു അലൈക്കും. നേരത്തെ ഉസ്താദ് വിശദീകരണത്തിൽ പറഞ്ഞ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ആണെങ്കിലും മറ്റാണെങ്കിലും അത്
ആ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ നമ്മളത് ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന്. അപ്പൊ എന്റെ സംശയം അത് പിന്നെ അതിന്റെ ഉടമസ്ഥ, കമ്പനിയുടെ ഉടമസ്ഥ ആയാലും ശരി, അല്ലെങ്കിൽ അത് അന്യമതസ്ഥപ്പെട്ട ആളാണെങ്കിൽ അതിന് ഹിസാബ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ അന്യമതസ്ഥന്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം അവരുടെ സമ്മതമില്ലാതെ പറ്റിയാൽ, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ട് അത് നമ്മൾ കൊടുക്കാതെ കടക്കാരനായി മരണപ്പെട്ടു പോയാലും നമുക്ക് ഹിസാബ് ഉണ്ടാവും. അതും അന്യമതസ്ഥരെയാണെങ്കിലും നമ്മൾ അവരുടെ സമ്മതം പൊരുത്തം നേരത്തെ മേടിച്ച് അവരോട് സമ്മതിച്ച് വെക്കണോ? അതിന് നാളെ ഹിസാബ് ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. തീർച്ചയായിട്ടും അതിൽ ജാതി മതമൊന്നും ഇസ്ലാമിന് നോട്ടല്ല. ഏത് മതക്കാരനായാലും അവരുടേതായ സ്വന്തം വസ്തു അവരുടെ അനുവാദവും അറിവും ഇല്ലാതെ ഉപയോഗിക്കുന്നത് തെറ്റും കുറ്റവുമാവുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാകും. മുസ്ലിമീങ്ങളുടേത് മാത്രം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കൊണ്ടുനടക്കുക, ബാക്കിയുള്ളവരുടെ എന്തും ആവുക എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിം സമുദായത്തിന്റെ അമാനത്ത് എന്താണ്? മക്കയിൽ നബി തങ്ങളെ കൊല്ലാൻ വീട് വളഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ വിരിപ്പിൽ കിടത്തി പുതച്ച് കിടത്തുമ്പോൾ വസിയത്ത് പറഞ്ഞ എന്താ അറിയാം? ഈ 3 ദിവസം കഴിഞ്ഞിട്ടേ പോരാവൂ. കാരണം ഇവിടെയുള്ള വലിയ വലിയ മുതലാളിമാരായ ആളുകളുടെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും എന്റെ അടുക്കൽ അമാനത്ത് സൂക്ഷിച്ചിട്ടുണ്ട്, അത് അതാതിന്റെ ഉടമകൾക്ക് നീ എത്തിച്ചു കൊടുക്കണം എന്ന് വസിയത്ത് പറഞ്ഞ് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള വസ്തുവും ആളുകളെയും പറഞ്ഞു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോന്നതിന് ശേഷം ഈ വസ്തുക്കളൊക്കെ അതിന്റെ യഥാർത്ഥ ഉടമകൾക്ക് എത്തിച്ചു കൊടുത്തതിന് ശേഷമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ പോയത്. നോക്കിയാണ്, സ്വന്തം കൊല്ലാൻ വേണ്ടിയിട്ട് വീട് വളഞ്ഞ കാഫിരീങ്ങളുടെ വിലപിടിപ്പുള്ള അമാനത്ത് സ്വത്ത് പോലും അവർക്ക് തന്നെ തിരിച്ചേൽപ്പിക്കാൻ ഒരാളെ വക്കാലത്താക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയത്. ആ നബിന്റെ ഉമ്മത്തികളാണ് മുസ്ലിങ്ങൾ എന്ന് മനസ്സിലാക്കുക. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ സ്വത്തിന്റെ ഉടമാവകാശവും ഹക്കും ഉള്ളതുപോലെ അമുസ്ലിങ്ങളായ ആളുകൾക്ക് അവരുടേതായ ധനത്തിന്റെ ഉടമയും ഹക്കും ഉണ്ട്. ഒരു വസ്തു ഒരു വ്യക്തിയുടെ ഉടമയിലാണെങ്കിൽ അയാളുടെ അനുവാദവും അറിവും കൂടാതെ അത് ഉപയോഗപ്പെടുത്തൽ കടുത്ത ഹറാമും തെറ്റുമാവുന്നു. അതിൽ മതം ജാതി വ്യത്യാസമില്ല. ലോകത്ത് വിശ്വസ്തരായ അമാനത്തുള്ള ആളുകളാവേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. ആ അമാനത്തിൽപ്പെട്ടതാണ് നാം ജോലിയെടുക്കുന്ന നമ്മുടെ തൊഴിലുടമ. മുസ്ലിമായാലും അമുസ്ലിമായാലും അദ്ദേഹത്തിന്റെ സ്വത്ത് നമ്മെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്. അത് ആ അമാനത്തോടുകൂടി ചെയ്യുക. അത് അവർ നേരത്തെ സമ്മതിച്ചതും അറിഞ്ഞതുമായ കാര്യമല്ലാത്ത മറ്റൊരു കാര്യത്തിലും അത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വേണമെങ്കിൽ അവരുടെ അനുവാദവും അറിവും ഉണ്ടായതിനു ശേഷമേ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരാവും. അതിൽ മുസ്ലിമിന്റെ സ്വത്ത് എന്നോ അമുസ്ലിമിന്റെ സ്വത്ത് എന്നോ ആ വിഷയത്തിൽ വേർതിരിവില്ല. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ ഉസ്താദ്? കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഫർള് നിസ്കാരം ബാങ്ക് കേൾക്കുന്നുണ്ട്. നമ്മൾ പള്ളി അടുത്താണ് എങ്കിലും ബാങ്ക് കൊടുത്ത ഉടനെ നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് നിസ്കരിച്ച്, എന്നാൽ ജമാഅത്ത് ആകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ച് ഫർള് വീട്ടുന്നു എങ്കിൽ അങ്ങനെ നടക്കുക. പ്രത്യേകിച്ച് സുബഹി നിസ്കാരത്തിന് വേണ്ടിയിട്ട് രാത്രി കുറെ ലേറ്റ് ആകുമ്പോൾ, കിടക്കാൻ ലേറ്റ് ആകുമ്പോൾ നിസ്കാരത്തിന് ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ബാങ്ക് കൊടുത്ത ഉടനെ നമ്മൾ നിസ്കരിച്ചിട്ട് ഉറങ്ങുന്നു. അങ്ങനെ ശരിയാവുക? കാര്യം ബാങ്ക് കേൾക്കുന്നുണ്ട്, പള്ളി അടുത്ത് തന്നെയാണ് ഉള്ളത്, എങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നല്ലത്, ഉത്തമം എപ്പോഴും ബാങ്ക് കേൾക്കുന്ന സ്ഥലത്തുള്ള ആളുകൾ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കൽ തന്നെയാണ് നല്ലത്. ഇനി ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അസൗകര്യങ്ങളൊക്കെ ഉള്ള സാഹചര്യത്തിൽ ജമാഅത്ത് ഫർളൈനല്ല, ഷാഫി മദ്ഹബ് അനുസരിച്ച് സുന്നത്ത് മുഅക്കദാണ്. അപ്പോ അസൗകര്യമുള്ള ആളുകൾ ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിച്ച് കിടക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നല്ലത് സാധിക്കുമെങ്കിൽ, അതിപ്പോ എല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, ജമാഅത്തിൽ പങ്കെടുത്ത് പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കൽ തന്നെയാണ് നല്ലത്.
പക്ഷേ ചില ആളുകളുടെയൊക്കെ ജോലി ചിലപ്പോൾ 2ഉം 2:30 മണിയായിട്ടാണ് കഴിയുക. അവര് വന്നൊന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് ആവുമ്പോഴേക്ക് സുബൈ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ കിടന്നുറങ്ങിയ സുബൈ നഷ്ടപ്പെടുമല്ലോ എന്നുള്ള നിലക്ക് ഒന്നുമൊക്കെ എടുത്ത് കുറച്ച് ഖുർആനൊക്കെ ഓതി ബാങ്ക് കൊടുക്കാനാവോളും ഇങ്ങനെ കാത്തുനിന്ന് ബാങ്ക് കൊടുത്ത ഉടനെ അവിടെ ചെറിയൊരു ജമാഅത്തായിട്ടുണ്ടെങ്കിൽ 2-3 ആളുണ്ടെങ്കിൽ അവരെ ഒരു ജമാഅത്തായിട്ട് വേഗം നിസ്കരിച്ച് കിടന്നുറങ്ങുക. അവിടെ പള്ളിയിൽ പോകാതിരിക്കാൻ ചെറിയ ഉഴുതറ് തന്നെയാണ് ഒരർത്ഥത്തിൽ. അത് ഇസ്ലാം അനുകരിച്ച ഉഴുതറല്ലെങ്കിൽ പോലും നാടൻ ശൈലിയിൽ അത് ഉഴുതറാണ്. ഏതായാലും ജമാഅത്ത് ഫർളില്ല ഷാഫി മദ്ഹബ് അനുസരിച്ച്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിച്ച് കിടന്നുറങ്ങുന്നത് കൊണ്ട് തെറ്റില്ല. ഏതായാലും നിസ്കരിക്കുന്നതിന് മുമ്പ് കിടന്നുറങ്ങിയാല് നിസ്കാരം കളാവുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി അവസാന സമയത്ത് വരുമ്പോൾ തൽക്കാലം ഉറങ്ങാതെ ബാങ്ക് കൊടുക്കോളും കാത്തുനിന്ന് ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിച്ച് കിടന്നുറങ്ങുന്നത്. ഓക്കെ, നല്ലതാണ്, അങ്ങനെ ചെയ്തോളി. പക്ഷേ സാധിക്കുന്ന സാഹചര്യത്തിൽ പള്ളിയിൽ പോയി ജമാഅത്തായി തന്നെ നിസ്കരിക്കുന്നതാണ് ഏറ്റവും ഹൈറ്. അസൗകര്യമുള്ളപ്പോൾ ഇങ്ങനെ ചെയ്യാം, തെറ്റില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് മൈക്ക് ചാടിയതല്ല, ഞാനൊരു ഇവിടെ നാട്ടില് നിസ്കരിക്കാൻ സമയമായതുകൊണ്ടാണ്. കേൾക്കുന്നുണ്ടല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ 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 ഓക്കെ, ഞാൻ പിന്നെ ചോദിക്കുന്നത് ഉസ്താദ്, നമ്മള് റജബ്, ശഅബാൻ, റമദാൻ പിന്നെ ശവ്വാൽ 6 നോമ്പ് ഒന്നിച്ച് നോൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. സ്ത്രീകളൊക്കെ നോൽക്കലുണ്ട്. അതിന് വലിയ അടിസ്ഥാനം ഉണ്ടോന്ന് അറിയാനായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. ശവ്വാല് അല്ല, റജബ്, ശഅബാൻ, റമദാൻ, ശവ്വാലിൽ 6 നോമ്പ്. ഇങ്ങനെ ചില ആളുകൾ, മുൻഗാമികളായ ആളുകളൊക്കെ നോറ്റ് കാണുന്നുണ്ട്. ചുരുക്കം ചില ആളുകളൊക്കെ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനൊരു കുഴപ്പവും ഇസ്ലാമിലില്ല. ഏത് സമയത്തും അള്ളാഹുവിന്റെ ഒരു കൽപ്പന, വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം കിട്ടണമെങ്കിൽ നല്ല കാര്യം ചെയ്തോളിയാർ. ഒരു കൊല്ലത്തിൽ ഇസ്ലാം നോമ്പ് നോൽക്കൽ വിരോധിച്ച 5 ദിവസം, ചിലപ്പോൾ സെക്കൻഡ് ഒരു ദിവസം കൂടിയെന്ന് വരും. അങ്ങനെ കൂടുകയാണെങ്കിൽ 6 ദിവസം. ഈ 6 ദിവസം അല്ലെങ്കിൽ 5 ദിവസം മാത്രമാണ് ഒരു മുസ്ലിമായ മനുഷ്യന് സാധാരണഗതിയിൽ നോമ്പ് നോൽക്കാൻ പാടില്ലാത്തത്. ഒന്ന് ചെറിയ പെരുന്നാളിന്റെ അന്ന്, മറ്റൊന്ന് വലിയ പെരുന്നാളിന്റെ അന്ന്, പിന്നെ അയ്യാമുത്ത് ശരിക്കുന്ന വലിയ പെരുന്നാളിന്റെ തൊട്ട് പിറകിലുള്ള 3 ദിവസം. അങ്ങനെ 5 ദിവസം നോമ്പ് നോൽക്കൽ ഹറാമ അഥവാ നോറ്റാ സയ്യാവൂല. പിന്നെ സെക്കൻഡ് ദിവസം എന്ന് പറഞ്ഞാൽ ഷഅബാൻ 30-ന്റെ അന്ന് അവിടെയൊക്കെ നിലാവ് കണ്ടിടുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഖാദിമാരാരും സ്വീകരിച്ച് പ്രഖ്യാപിച്ചിട്ടില്ല. ആ സാഹചര്യത്തിലാണ് സെക്കൻഡ് ദിവസം എന്ന് പറഞ്ഞാൽ അന്നും നോൽക്കാൻ പാടില്ല. ബാക്കി ഏത് ദിവസവും നോമ്പ് നോൽക്കാം. അക്കൂട്ടത്തിൽ റജബ് മാസം മുഹറമായ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്. ഏത് പുണ്യകർമ്മം ചെയ്താലും കൂടുതൽ കൂലി കിട്ടുന്ന മാസമാണ്. ശഅബാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് എടുത്തിരുന്ന മാസമാണെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ആ നിലക്ക് ഒരാള് പൊതുവായ മുത്ലഖ് സുന്നത്ത് എന്നാണ് അതിന് പറയാം. പ്രത്യേക സമയമോ പ്രത്യേക കാരണമോ ഇല്ലാത്ത സുന്നത്ത് നോമ്പ്. ആ നിലക്ക് റജബിലും ശഅബാനിലും നോമ്പ് നോൽക്കുകയും റമളാൻ ഫർളായ നോമ്പ് നോറ്റ് റമളാന്റെ തൊട്ടടുത്ത് ശവ്വാലിലെ 6 നോമ്പ് പ്രത്യേകം സുന്നത്തുള്ളതുമാണ്. അത് ചെയ്താൽ നല്ലതാണ്. കാരണം വഫലുൽ ഖൈറ എന്ന പൊതുവായ കൽപ്പനയിൽപ്പെടും. ആ നിലക്ക് അത് ചെയ്യാവുന്നതാണ്. പിന്നെ 2 നിലക്ക് ശവ്വാൽ 6 നോമ്പ് ഏതായാലും മോക്കറായ സുന്നത്താണ്. റമളാൻ ഫർദു ആണല്ലോ, പറയേണ്ട ആവശ്യമില്ല. ശഅബാനെ പറ്റി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയണം, കാന യസൂമു ശഅബാന കുല്ലഹു വകാന യസൂമു ശഅബാന കുല്ലഹു ഇല്ലാ ഖലീല. ചിലപ്പോൾ ശഅബാൻ പൂർണ്ണമായും, ചിലപ്പോൾ അല്പം ഒഴിച്ച് ബാക്കി മുഴുവനും നോമ്പ് നോൽക്കുമായിരുന്നു. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നബി തങ്ങൾ നോമ്പ് നോറ്റിരുന്നത് ശഅബാനാണ്. റജബാണെങ്കിൽ മുഹറമായ മാസങ്ങളിൽപ്പെട്ട മാസവുമാണ്. ആ നിലക്ക് പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് മുത്ലഖ് സുന്നത്ത് നോമ്പ് എന്ന നിലക്ക് നോൽക്കുന്നത് വിരോധമില്ല, നല്ലതാണ്.
അസ്സലാമു അലൈക്കും ഉസ്താദ് ഡ്യൂട്ടിക്ക് വന്ന സമയം അതുകൊണ്ടാണ് മൈക്ക് ആടിയത്. ഒരാൾ PM ചെയ്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒഫീഷ്യലായിട്ട് ചോദിച്ചതാണ്, കുളിയിലും വുളുവിലും നിയ്യത്തിൽ വുളുവിന്റെയും കുളിയുടെയും പ്രവർത്തനത്തിന്റെ രൂപം കരുതണമോ എന്ന്, അത് എങ്ങനെ കരുതണമെന്ന് PM ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രത്യേക രൂപം കരുതുക എന്നല്ല, അള്ളാഹു ഫർളാക്കിയ ഇബാദത്തായ വുളൂ അല്ലെങ്കിൽ അള്ളാഹു തആല ഫർളാക്കിയ ഇബാദത്തായ കുളി, ഇതാണ് ഞാൻ നിർവഹിക്കുന്നത് എന്നാണ് കരുതേണ്ടത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയതായ വുളൂ എന്ന ഇബാദത്ത് ഞാൻ നിർവഹിക്കുന്നു, അള്ളാഹു തആല ഫർളാക്കിയ ഇബാദത്തായ കുളി ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വെറും കയ്യും മുഖവും കഴുകുക അല്ല ചെയ്യുന്നത്, അള്ളാഹു തആല ഫർളാക്കിയ ഇബാദത്താവുന്ന അംഗശുദ്ധി വരുത്തുകയാണ് എന്നാണ് നിയ്യത്തിന്റെ ചുരുക്കം. അതുപോലെ തന്നെ കുളി സാധാരണ നമ്മൾ എപ്പോഴും കുളിക്കലുണ്ട്, ആ കുളിയല്ല കുളിക്കുന്നത്, അള്ളാഹു തആല ഫർളായ ഇബാദത്തായി കൽപ്പിച്ച കുളിയാണ് കുളിക്കുന്നത് എന്നായിരുന്നു കുളിയുടെ ഫർദിനെ വീട്ടുന്നു എന്നും വുദൂവിന്റെ ഫർദിനെ വീട്ടുന്നു എന്നും പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് കരുതേണ്ടത്. അതായത് ഞാൻ ഈ ചെയ്യുന്നത് കേവലം ഒരു സാധാരണ പ്രവൃത്തിയല്ല, അള്ളാഹു തആല ഫർളാക്കിയ ഇബാദത്താണ് ചെയ്യുന്നത് എന്നാണ് ഈ കുളി കൊണ്ടും അതുപോലെ തന്നെ വുദൂ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അസ്സലാമു അലൈക്കും. കുറെ ആൾക്കാർ മൈക്ക് ചാടി എന്റെ സമയം നഷ്ടപ്പെടുത്തി. ഉസ്താദെ, ഞാൻ ചോദിക്കുന്നത്, ഈ കസേലമേലിരുന്ന് നിസ്കരിക്കുമ്പോൾ ഈ ഉജൂഹ് ആയ നെറ്റി പോലും നിലത്ത് തൊടുന്നില്ലാലും അതിന്റെ ഒരു വിധി ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളതാണ്. ഇപ്പൊ കഴിയാത്ത കൊണ്ടും മുട്ടുമടക്കാൻ കഴിയാത്തതും പല കാരണങ്ങൾ കൊണ്ടാണല്ലോ കസേലിൽ നിന്ന് നിസ്കരിക്കുന്നത്. അതിന്റെ വിധി ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മുട്ടുമടക്കാൻ പറ്റാഞ്ഞിട്ടോ അതല്ലെങ്കിൽ നടുവറക്കാൻ കഴിയാത്തത് കൊണ്ടോ ഒക്കെ സുജൂദ് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ കസേലയിൽ വെച്ച് സുജൂദ് ചെയ്യുമ്പോൾ കുമ്പിട്ടാൽ മാത്രം മതി. സുജൂദ് എന്ന നിയ്യത്തോടു കൂടി, സുജൂദ് ചെയ്യാന്ന ഉദ്ദേശത്തോടു കൂടി നമുക്ക് കഴിയുന്നത്ര കുമ്പിട്ടാൽ മാത്രം മതി. എന്ത് വേണ്ടതില്ല, തലയാണിയോ സ്റ്റൂളോ മുന്നിൽ വെച്ചിട്ട് അതിന്മേൽ തലയാണി വെച്ചിട്ട് അതിന്മേലൊക്കെ അതിന്റെ ആവശ്യമില്ല. മറിച്ച് റുക്കൂഉം സുജൂദും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ റുക്കൂവിന് വേണ്ടിയിട്ട് അല്പം കുനിഞ്ഞുകൊണ്ടും സുജൂദിന് വേണ്ടി അതിനേക്കാൾ കുറച്ചുകൂടി അധികം കുനിയുകയും മാത്രം ചെയ്താൽ മതി. അല്ലാതെ തലയണിയോ സ്റ്റൂളോ പോലത്തത് മുന്നിൽ വെച്ച് അതിന്മേൽ സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. നടുവേദന കൊണ്ടോ അതല്ലെങ്കിൽ മുട്ട് മുടക്കാൻ പറ്റാത്തത് കൊണ്ടോ ഒക്കെ കസേലയിലിരുന്ന് നിസ്കരിക്കുന്ന സമയത്ത് നെറ്റി തല അല്പം താഴ്ത്തിക്കൊണ്ട് സുജൂദ് ചെയ്യുന്നതായി മനസ്സിൽ കരുതിയാൽ മതി, ഇശാറത്ത് ചെയ്താൽ മതി. ഓക്കെ. സമയം ഇന്ന് നമുക്ക് ബഹുമാനപ്പെട്ട PMK ഫൈസിയുടെ 1ാമത്തെ ആണ്ടായിരുന്നു ഇന്നലെ പിന്നെ എന്നെ സംബന്ധിച്ച് ഒഴിവില്ലാത്ത ദിവസം ആയതുകൊണ്ട് ഇന്നലെ ക്ലാസ്സിന് വന്നിട്ടില്ല. പുസ്തകന്മാരാരെങ്കിലും വരുന്നിട്ടുണ്ടാവും. എന്നാലും നമ്മളുമായിട്ട് അത്ര ബന്ധമുള്ള മനുഷ്യനാണ്. ഞാനും അദ്ദേഹവും പട്ടിക്കാട് ജാമ്യയിൽ ഒന്നിച്ച് പഠിച്ച് പാസ്സായ ഫൈസിമാരാണ്, ശരീക്കന്മാരാണ്. അവസാന കാലം വരെ, വഫാത്താവുന്നതിന് തൊട്ടു മുമ്പ് വരെ പലപ്പോഴും പല രംഗങ്ങളിലും സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകന്മാര് കൂടിയാണ്. നമ്മളെപ്പോലത്തെ ആളല്ല, വലിയ ഭാഗ്യവാനാണ്. 1000-ലധികം അല്ലെങ്കിൽ 1000-ഓളം ആളുകൾക്ക് നേരിട്ട് കൈപിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പുണ്യ വഴിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ ഭാഗ്യം ലഭിച്ച അതുല്യനായ ഒരു വലിയ മഹാനാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിലുണ്ട്, ലഅൻ യജിയ ബിക്കല്ലാഹു റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. നീ കാരണം ഒരു മനുഷ്യൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഹിദായത്തിന്റെ വഴിയിലേക്ക് വന്നാൽ അത് കാരണം ഈ ലോകവും അതിലുള്ള സകലതും ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഖൈറാണ് എന്ന് പറഞ്ഞാൽ 1000-ലധികം ആളുകൾക്ക്, അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വഴി മനസ്സിലാക്കി കൊടുത്ത് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത എത്ര വലിയൊരു മഹാഭാഗ്യവാനാണ്. ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ട്. പ്രസംഗത്തിലും എഴുത്തിലും പുസ്തകരചനയിലും എല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചതോടുകൂടി അതിനൊക്കെ ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അമുസ്ലിങ്ങൾക്കിടയിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സത്യസന്ദേശം എത്തിക്കാനും അവർക്ക് ഈ ഹിദായത്തിന്റെ വഴിയിലേക്ക് കൈപിടിച്ച് നടത്താനും ഭാഗ്യം കിട്ടിയ ആളുകൾ അത്രയും ഉള്ളവർ നമ്മുടെ കൂട്ടത്തിൽ അപൂർവമാണ്.
അതിലെ വലിയ ഭാഗ്യവാനാണ് അല്ലാഹു തആല മഹാനവറുകളുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ കബറിടം സ്വർഗത്തുമ്പോ പൂന്തോപ്പാക്കുമാറാകട്ടെ. അവരൊക്കെ കാണിച്ചു തന്ന നല്ല മാർഗങ്ങളിൽ പിന്തുടർന്ന് ദീൻ ഇസ്ലാമിന്റെ ഖിദ്മത്തിലായി ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്കൊരു ഫാത്തിഹ ഓതുവാർക്കണം. അതിന്റെ ഇടയ്ക്ക് തെക്കുമല ഉസ്താദിന് എന്തോ ഒരു മിനിറ്റ് പറയാണ്ട് പറഞ്ഞ വേഗം എടുത്തോളി. എന്നിട്ട് നമുക്ക് ഫാത്തിഹ ഓതുവാർക്കാം, വാങ്ങി കൊടുക്കാം. വേഗം നേരത്തെ സമയമാകുന്നതാണ്. പെട്ടെന്ന് മൈക്കെടുത്തിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഒന്നാമത്തെ വിഷയം അതന്നെ പറയാണ്ടായിരുന്നത് ഉസ്താദ് പറഞ്ഞു. നമ്മുടെ മോങ്ങം എഞ്ചിനീയർ സാർ PM ചെയ്തതായിരുന്നു. രണ്ടാമത്തേത് ഉസ്താദ് ബുധനാഴ്ച സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അബ്ദുള്ള എന്നുള്ള സഖാഫി, നമ്മുടെ കൊളത്തൂർ ഉസ്താദിന്റെ ശരീക്കാണ്. നമ്മുടെ ടെസ്റ്റ് കിതാബിന്റെ ഇബാറത്ത് അടിക്കുന്ന അദ്ദേഹത്തിന്റെ ഉപ്പയാണ്. കുമരമ്പത്തൂർ മുഹമ്മദ് മുസ്ലിം 19ാമത്തെ ആണ്ടാണ് അന്ന്. അത് ഉസ്താദ് ഷാ ദുആയിൽ ചെറുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോ ബഹുമാനപ്പെട്ട PMK വൈസ് ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഉസ്താദ് ഉൾപ്പെടുത്തുക. ഒരുപാട് സഖാഫികളും ധാർമ്മികളും അവരൊക്കെ ഉപ്പയാണ് അദ്ദേഹം. ഇൻഷാല്ലാ. പിന്നെ വേറെ MI അൻസാരി ഉസ്താദ്, അലി അൻസാരി ഉസ്താദിന്റെ നേരെ അനുജനാണ്. മൂപ്പരെ മകൾക്ക് എന്തോ തൊണ്ടക്ക് അസുഖമായിട്ട് പെൺകുട്ടി 10-18 വയസ്സുള്ള കുട്ടിയാ തോന്നുന്നു. അവര് 4444 സ്വലാത്ത് നേർച്ചയാക്കി ചൊല്ലി കഴിഞ്ഞിട്ടുണ്ട്. അസുഖം മാറാൻ വേണ്ടി അത് ഉസ്താദിനോട് ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ട് നാട്ടിൽ അവര് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഉസ്താദിന്റെ ക്ലാസ് എന്നും അറിയിച്ചിട്ടുണ്ട്. മൂന്നാമത് മലപ്പുറത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ SF-ന്റെ പ്രവർത്തകൻ, ഇതേ രൂപത്തിൽ 4444 സ്വലാത്ത് ഒരു വിഷയം മുറാദ് ഹാസിലാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ മറ്റുള്ള ചില്ലറ വിഷയങ്ങളൊക്കെ ഇൻഷാല്ലാ മാസം ലാസ്റ്റ് നമുക്ക് ദുആ ഒന്നിച്ച് ചെയ്യാം. ഈ വിഷയങ്ങൾ ഉസ്താദ് ഉൾപ്പെടുത്തിയാലും ഈ 2-3-4 കാര്യങ്ങൾ ദുആ വസിയത്തോടെ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും. حضرة حبيب الله مصطفى محمد صلى الله عليه وسلم إلى حضرات أهل الخير كلهم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على عبدك ورسولك سيدنا محمد وعلى آل سيدنا مولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. اللهم أثبنا على ما قرأنا وعلى ما صلينا وصل ثواب ذلك هدية منا أولنا إلى حضرة حبيبك المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء وإلى الخير كلهم أجمعين، خصوصا إلى حضرة من نويناهم بهذا خاصة وإلى حضرة أمواتنا وأموات المؤمنين. اللهم اغفر لنا ولهم ورحمنا وإياهم واجمع بيننا وبينهم في دار السلام مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. അർഹമർ റഹീമായ രാജസീദായ തമ്പുരാനെ, ഞങ്ങൾ ഓതിയത് ചൊല്ലിയതും ഒക്കെയും ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ. അതിന്റെ സവാബിനെ ഞങ്ങൾ ആ നിയ്യത്ത് ചെയ്ത മഹാന്മാരുടെ ഹദ്റത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ.